നൽകും കാരുണാപുരമേ, രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കാരുണാപുരമേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, പ്രവാഹമെന്മേ നിൻ പ്രവാഹമെന്മേ, നിൻ പ്രവാഹമെന്മേ ഒഴുക്കിയിടണമേ, പ്രവാഹമെന്മേ നിൻ പ്രവാഹമെന്മേ, നിൻ പ്രവാഹമെന്മേ ഒഴുക്കിയിടണമേ, കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നേ, കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നേ, മടങ്ങുകിൽ നിന്നിവിടുന്നിനി ഞാൻ, മടങ്ങുകിൽ നിന്നിവിടുന്നിനി ഞാൻ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ. ധന്യമായ സമയത്തെ ഓർത്ത് ധന്യമായ സമയത്തെ ഓർത്ത് കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ദൈവപാദപീഠത്തിങ്കിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. കുമ്പഴ സഭ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം പകൽ ദൈവപാദപീഠത്തിങ്കിലായിരിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുന്ന എല്ലാ അവസരത്തെയും ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിങ്കിലായിരിക്കാം. ഈ സഭയുടെ ശുശ്രൂഷകൻ, എൻ്റെ സ്നേഹിതൻ പ്രിയ ടോമൈൻ പാസ്റ്റർ, ഈ സഭയുടെ ഭാഗമാകുകയും ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പ്രിയ ജോബിൻ, പ്രിയ ജിൻസ്, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് നൽകി തരുന്ന അവസരം ഏറ്റവും വിലയേറിയതായി നമ്മളെല്ലാവരും കണക്കാക്കപ്പെടുകയും ദൈവപാദപീഠത്തിങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കുകയും ചെയ്യുന്നു. വളരെ വേഗത്തിലാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. 2023 തീർന്നത് നന്നും നമ്മുടെ ഓർമ്മയിലുണ്ട്. 2024 അവസാനിക്കാൻ ഇനിയും അങ്കുലീപരിമിതമായ ചില ദിനങ്ങൾ കൂടെ മാത്രമാണ് മുൻപിലുള്ളത്. ഈ വർഷത്തിൻ്റെ ആരംഭം കണ്ട പലർക്കും ഈ അവസാനം കാണാൻ കഴിയാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ കർത്താവ് നമ്മളെ ഇതുവരെയും കാത്ത് സൂക്ഷിച്ചു. ആപത്തനർത്ഥങ്ങൾ വരാതിരുന്നിട്ടല്ല, രോഗങ്ങൾ വരാതിരുന്നിട്ടല്ല, ശാരീരിക ക്ലേശങ്ങളിലൂടെയൊന്നും കടന്നു പോകാതെ ഇരുന്നിട്ടല്ല, ദൈവത്തിൻ്റെ അളവറ്റ ദയ നമ്മോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ട് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അല്പകാലം കൂടെ നൽകി തന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു.
എന്നെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചു, പറഞ്ഞു, ഞാൻ ഇപ്പോൾ പത്തനംതിട്ട ടൗൺ സഭയുടെ ശുശ്രൂഷകനായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. വീട് കട്ടപ്പനയാണ്, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ. പെന്തക്കോസ്ത് വീട്ടിൽ തന്നെയാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അതുകൊണ്ട് വളരെ ചെറുപ്പം മുതലേ ആ ഒരു രീതിയിൽ തന്നെയാണ് വളർന്നേ. വേറെ സാക്ഷ്യമൊന്നും പറയാനില്ല. 14-ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. 15-ാമത്തെ വയസ്സിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. 26-ാമത്തെ വയസ്സിലാണ് 27 വയസ്സായി കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. അതിനിടയിൽ ദൈവം എനിക്കൊരു ജോലി തന്നു. ആ ജോലി തുടർന്നിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും തുടർന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയും ചെയ്തു. എൻ്റെ ഭാര്യയുടെ പേര് ഷിജി. കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഷിജിയുടെ ഭവനം. എറണാകുളത്ത് ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ വന്ന സമയത്ത് ആ ഹോസ്റ്റലിൽ വെച്ച് പെന്തക്കോസ്തുകാരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും അവർക്ക് നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ടും കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ അവൾക്കും അവസരം കൊടുത്തു. ആദ്യകാലത്തൊക്കെ കഠിനമായ എതിർപ്പുകളിലായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിൻ്റെ നാൾ വരെ. എങ്കിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് അവസരം കൊടുക്കുകയും ഇതുവരെയും നിൽക്കുവാൻ കർത്താവ് കരുണ ചെയ്യുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ അക്കൗണ്ട്സിൽ ജോലി കിട്ടിയ സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. കർത്താവിൻ്റെ വേലയെ കരുതി, കർത്താവിനെ കരുതി ആ ജോലിയും വേണ്ട എന്ന് വെച്ച് ഞങ്ങളൊന്നിച്ച് കർത്താവിൻ്റെ വേലയിൽ അധ്വാനം ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി തന്നു. മൂത്തയാൾ ഇപ്പോൾ കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഐച്ഛികമായി എടുത്തുകൊണ്ട് ബിടെക് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ പത്തനംതിട്ട മർത്തോമ ഹൈസ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തേത് മോളാണ്. ആദ്യത്തെ 2 ആൺകുട്ടികളും മൂന്നാമത്തേത് മോള് UKGയിൽ മേരിമാത സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള അറിവുകൾ. നമ്മൾ പരിചയമില്ലെങ്കിൽ ഒന്ന് അടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചത്. നിങ്ങളെല്ലാം ഇച്ചിരി കയറിയിരിക്കുമായിരുന്നെങ്കിൽ, ചെതറിയിരിക്കുമെന്ന് കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്. മുന്നോട്ട് കയറുക, അല്ല മുന്നിലെ കസേര എടുത്തങ്ങ് മാറ്റിയാൽ മതി. സഹോദരന്മാരും സഹോദരിമാരും, പ്ലീസ് യു മേ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഇനി ആരും പിടിച്ചിരിക്കേണ്ട. ഉപവാസ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവവചനം പറയുന്നത് കർത്താവിൽ, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? കർത്താവിൽ എപ്പോഴും, ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. വചനം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യണം. വചനം നമ്മോട് ഇടപെടും. ഈ ആലയത്തിൻ്റെ പുറത്ത് നമ്മിൽ വീഴുന്ന വിത്തിനെ റാഞ്ചുവാൻ നിൽക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. വഴിയരികെ വീഴുന്ന, ഇന്നലത്തെ പ്രസംഗം അതായിരുന്നു, കർത്താവിൻ്റെ ദാസൻ്റെ വാക്കുകളിൽ നിന്ന് ചില കേൾക്കുവാനിടയിൽ തീർന്നു. വിതയ്ക്കുവാൻ പുറപ്പെടുന്നവൻ വിതച്ച വിത്തിൽ ചിലത് വഴിയരികെ വീണു. അത് പക്ഷികൾ എന്ത് ചെയ്തു? റാഞ്ചിക്കൊണ്ടുപോയി. ഇന്ന് പകലൊരു പ്രാർത്ഥന നമ്മിലുണ്ടാകണം. എന്നിൽ വീഴുന്ന വിത്തിനെ റാഞ്ചിയെടുക്കുവാൻ ഒരു അന്ധകാര ശക്തിയെയും ഞാൻ അനുവദിക്കത്തില്ല.
ഒരന്ധകാരത്തിൻ്റെ മണ്ഡലവും എന്നിൽ നിന്ന് ആ വചനത്തെ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്നിലത് ഫലം കായ്ക്കാതിരിപ്പാൻ, എന്നിലത് ഫലം കൊടുക്കാതിരിപ്പാൻ, എന്നിൽ നിന്ന് അതിൻ്റെ ഒന്നും കർത്താവ് യജമാനൻ പ്രതീക്ഷിക്കുന്നതൊന്നും പുറത്തു വരാതിരിപ്പാൻ, എന്നിലെ ചില നന്മകളെ എടുത്തു കളയുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളോട് പടപൊരുതുന്ന ഒരാത്മബലം ധരിച്ചുകൊണ്ട് എനിക്കുള്ളതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന ചിന്തയോടെ വേണം നാം ഇവിടുന്ന് മടങ്ങുവാൻ. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യവും 30-ാമത്തെ വാക്യവും ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാൾ നിങ്ങൾ വിശേഷത ഉള്ളവർ അല്ലോ. ഈ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. ആ വാക്യത്തിലൂടെ എൻ്റെ ചിന്തകൾ ഞാൻ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മെ അറിയുന്ന ദൈവം; 2, നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ദൈവം. വാട്ട് ഡസ് ഗോഡ് തിങ്ക് ഓഫ് യു ആൻഡ് ദ ഗോഡ് ഹു നോസ് മീ. ആ ഭാഗം തിരുവചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 3 ഘടകമാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ആ വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും ഞാൻ എൻ്റെ സമയപരിധിക്കുള്ളിൽ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? ഇരിക്കുകയും വേണം. ഉറങ്ങരുത്. ഉറങ്ങാനുള്ള എല്ലാ സാഹചര്യവും എന്തുണ്ട്? ഉണ്ട്. അപ്പം ദൈവം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൗ വെൽ ഡസ് ഗോഡ് റിയലി നോ യു? ദൈവത്തിന് നിങ്ങളെ എത്രത്തോളം നന്നായി അറിയാം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, വാട്ട് ഈസ് റിവീൽഡ് ബൈ ഗോഡ്സ് നോളജ് ഓഫ് യു? നിങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്താണ് വെളിപ്പെടുത്തുന്നത്? അടുത്ത ഭാഗ്യം എന്ന് പറയുന്നത്, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഹൗ ഡസ് ഗോഡ് റിയാക്ട് ടു ഹിസ് നോളജ് ഓഫ് യു? നിങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ അറിവിനോട്, ദൈവത്തിൻ്റെ അറിവിനോട് ദൈവം എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു എക്സ്പോസിറ്ററി സെർമനാണ്. അതിനിടയ്ക്ക് ആത്മാവിൻ്റെ എല്ലാവിധമായിരിക്കുന്ന സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ടാവും. ആരാധനയോ പ്രാർത്ഥനയോ കണ്ണുനീരോ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ആത്മാവിൽ. കാരണം വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കേട്ട് കുറേ കൈയടിച്ചു പോകുന്നതല്ല, അത് വേണ്ട എന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നമ്മളെ അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന ചിന്ത എന്ത് ചെയ്യണം? നമ്മളെ ഓരോരുത്തരെയും ഭരിക്കണം. ലോകത്തിൽ ആര് നമ്മളെ അറിയുന്നതിനേക്കാളും, ലോകത്തിൽ ആര് നമ്മെ മനസ്സിലാക്കുന്നതിനേക്കാളും നമ്മുടെ അപ്പനും അമ്മയോ നമ്മുടെ ജീവിത പങ്കാളികളോ നമ്മുടെ മക്കളോ നമ്മുടെ സ്നേഹിതരോ നമ്മുടെ സഭയിലെ അംഗങ്ങളോ സഭയിലെ പാസ്റ്ററോ ഒക്കെ നമ്മളെ അറിയുന്നതിനേക്കാൾ ഏറ്റവും നന്നായി നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഞാൻ ആരാണെന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധാനത്തെങ്കിലാ ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ വേദന കർത്താവ് അറിയുന്നുണ്ട്, നിങ്ങളുടെ ഭാരം കർത്താവ് അറിയുന്നുണ്ട്, നിങ്ങളുടെ മാനസിക വിഷമത കർത്താവ് അറിയുന്നുണ്ട്. ഇന്ന് പകൽ ഏത് ഭാരത്തോടു കൂടെയാണ് ദൈവസന്നിധാനത്തെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നത് എന്ന് ആ കർത്താവ് അറിയുന്നുണ്ട്. നിങ്ങളുടെ ഏത് വിഷയത്തിൻ്റെ മേല ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കേണ്ടത് എന്ന് ആ
ദൈവത്തിന് അറിവുണ്ട്. ആ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ അനാഥനല്ല, ഞാൻ സനാതനാണ്, ഞാൻ ആരുമില്ലാത്തവനല്ല. എനിക്കൊരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവം. ഞാൻ പോകുന്നതും ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും അറിയുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് പകൽ ഞാൻ ആയിരിക്കുമ്പോൾ ആ കർത്താവ് എന്നെ കൈവിടത്തില്ല, ആ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുവാൻ ദൈവത്തിന് ജനത്തിന് കഴിയണം. സ്തോത്രം. 8 ബില്യണിലധികം ആളുകൾ ജീവിക്കുന്നു ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്നു എന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. 800 കോടി 822 കോടിയോളം ജനത ഇന്ന് ലോകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്. ആ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സംഖ്യയുടെ അപ്പുറത്തുള്ള ഒരു വലിയ സംഖ്യയാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ആ ഒരു കണക്ക് പറയുന്നത്. ഈ ആളുകളെയൊക്കെ ഇങ്ങനെ നിരത്തിയൊക്കെ നിർത്തിയാൽ, തോളോട് തോള് ചേർത്തിട്ട് ഒരു വരിയിൽ 100 പേര് വെച്ച് ഇങ്ങനെ നിർത്തി ഈ 822 കോടി വരുന്ന ജനതയെ മുഴുവനും നിരത്തി നിർത്തിയാൽ ഇന്നുള്ള ഭൂവിഭാഗത്തിൻ്റെ പകുതിയിലധികം ആളുകൾ ഒരേപോലെ എന്ത് ചെയ്യും? നിരന്ന് നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു വിസ്തൃതമായിരിക്കുന്ന ഒരനുഭവമാണ്. അപ്പം അത്രയും ആളുകൾ നിൽക്കുന്നതിനിടയിൽ നമ്മളിൽ ഒരാളെ ദൈവം വ്യക്തിപരമായി അറിയുക. 822 കോടി ജനത ഇന്ത്യ താമസിക്കുന്ന ഒരു ഭൂമുഖത്ത് എനിക്ക് നിങ്ങളുടെ ആരുടെയും പേരറിയത്തില്ല. ഹലോ, ഞാൻ നിങ്ങളെയൊക്കെ പലരെയും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ജോബിനെ ഞാൻ ഇവിടുന്ന് ടോമൈൻ പാസ്റ്ററെ നേരത്തെ തൊട്ടേ അറിയാം. പക്ഷെ നീ പാസ്റ്ററെ പേര് എനിക്കറിയാം. എനിക്ക് നിങ്ങളെ ആരെയും വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പക്ഷെ എന്നെ പേര് ചൊല്ലി, നിങ്ങളെ പേര് ചൊല്ലി, നിങ്ങളുടെ എന്ത് ചെയ്യാം, നിങ്ങളായിരിക്കുന്ന അവസ്ഥ ഏതെന്ന് മനസ്സിലാക്കി നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ 822 കോടി ജനതയുടെ ഇടയിൽ ഒരു വ്യക്തിയായിട്ടല്ല ദൈവം നിങ്ങളെ കാണുന്നത്. ആ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരാളായിട്ടല്ല ദൈവം നിങ്ങളെ കാണുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയായി നിങ്ങളുടെ പേരറിഞ്ഞ് പേര് ചൊല്ലി കർത്താവ് വിളിക്കുക. സ്തോത്രം. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നേരത്തെയൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നത്, ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എവിടെയൊക്കെ പോകും. ഈ പോകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ആളുകൾ പലരും എന്നോട് ചോദിക്കും, എന്നെ അറിയാമോ? അറിയത്തില്ലെന്ന് പറയാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ലാത്തത് കൊണ്ട് അറിയാവുന്നൊക്കെ പറഞ്ഞ് അറിയായിരിക്കും. ചിലപ്പം പേര് മറന്നുപോയതായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഒരു തരത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഇങ്ങനെ നിൽക്കും. നമ്മൾ പലരും മറക്കുക. നമ്മൾ പലരുടെയും പേരെന്ത് ചെയ്യും, മറന്നുപോകും. നമ്മൾ പലരെയും ഓർക്കത്തില്ല. പണ്ട് പറഞ്ഞവരായിരിക്കാം, പണ്ട് ഉണ്ടായിരുന്നവരായിരിക്കാം, സ്നേഹിതരായിരുന്നായിരിക്കാം, അടുത്തുണ്ടായിരുന്നവരാകാം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സാങ്കേതികത്വമല്ലേ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പുകളെല്ലാം. നിങ്ങൾ സ്കൂളിൽ പഠിച്ച സമയം, നിങ്ങളുടെ നേഴ്സറി പഠിച്ച സമയത്ത് എത്രയോ പേര് നിങ്ങളുടെ കൂട്ടുകാരായിരുന്നു. എൻ്റെ മോളാണെങ്കിൽ UKG പോയിട്ട് വരുമ്പം വൈകിട്ട് അവൾ വന്നുള്ള കഥ മുഴുവൻ എന്ത് ചെയ്യും, പറയും. അപ്പം ഓരോ കുട്ടികളുടെ, എനിക്ക് ഒരൊറ്റ പിള്ളേരെ അവിടുത്തെ സ്കൂളിലെ പിള്ളേരെ ആരെയും അറിയത്തില്ല. പക്ഷേ അവളുടെ വിചാരം എനിക്ക് ആ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യാം, അറിയാമെന്നോർത്തോണ്ട് അവരുടെ പേര് പുറത്ത് ഇന്ന ആളില്ലേ, ജോവാനില്ലേ, അബിഗയിലില്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, പറയുക. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞ് ഈ സ്കൂൾ മാറി വേറെ ഒരിടത്തേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ അവൾ ഓർക്കുമോ? ഈ കുഞ്ഞുങ്ങളെ അവരെ ഓർക്കുമോ? നമ്മളാണെങ്കിലും മറന്നു പോകത്തില്ലേ? നമ്മുടെ സ്നേഹിതന്മാരിൽ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരൊക്കെ നമുക്കിപ്പോൾ ഉണ്ടോ? കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ നമുക്കിപ്പോൾ ഉണ്ടോ? അവരിൽ പലരും എത്ര പേരെ നമ്മൾ ഓർക്കുന്നുണ്ട്? ജോലി സ്ഥലത്തുണ്ടായിരുന്ന ബന്ധുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാരൻ നമുക്കുണ്ടോ? ആരും നമുക്കില്ല. പക്ഷേ അവരെയൊക്കെ നമ്മൾ സാങ്കേതികമായി പല കാലഘട്ടങ്ങളിൽ മറന്നുപോയി എന്ന് വരികിലും നമ്മൾ അവരെയൊക്കെ മറക്കുമ്പോഴും നാം ഒരു കാര്യം ഓർക്കണം, ജനന സമയം മുതൽ ഇതുവരെയും മറക്കാത്ത ഒരു നാഥനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഇറക്കി. നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവം അറിയുന്നു, നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ ആ കർത്താവ് അറിയുന്നു, നാം പോകുന്ന വഴിയിൽ ദൈവം അറിയുന്നു. നമ്മുടെ അവസ്ഥകളെ എല്ലാം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്ന ദൈവമാണ് എന്ന്
വളരെ വ്യക്തമായും ദൈവം എന്ത് ചെയ്യുക? ഇന്ന് പകൽ ആ ചിന്ത നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. ആ ചിന്ത ഇന്ന് പകൽ നമ്മുടെ പ്രതിസന്ധിയുടെ മുൻപിൽ അതിനെ ഒന്ന് എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. എനിക്കെൻ്റെ പ്രതിസന്ധിയല്ല വലുത്, എനിക്കെൻ്റെ ദൈവമാ വലുത്. എനിക്കെൻ്റെ കണ്ണുനീരല്ല വലുത്, എനിക്കെൻ്റെ ദൈവമാ വലുത്. എനിക്കെൻ്റെ ഭാരമല്ല വലുത്, എനിക്കെൻ്റെ ദൈവമാ വലുത്. കാരണം ഞാൻ ഭാരപ്പെടേണ്ട കാര്യമില്ല, ഞാൻ പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ഞാൻ വേദനപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം? ആ കർത്താവ് എന്നെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിന് പിന്നെ വിഷമിക്കണം? എനിക്ക് വേണ്ടി ആ ദൈവം ഇറങ്ങി വരാതിരിക്കുമോ? എനിക്ക് വേണ്ടി ആ ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ? എന്റെ കണ്ണുനീരെ കർത്താവ് കാണാതിരിക്കുമോ? എന്റെ വേദന ആ ദൈവം അറിയാതിരിക്കുമോ? പക്ഷെ ആ കർത്താവ് ആഗ്രഹിക്കുന്നത് ഭൗതിക നന്മയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കാനല്ല. ആ കർത്താവ് ആഗ്രഹിക്കുന്ന ഭൗതിക നേട്ടത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുവാനല്ല. ആ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഭൗതിക തലത്തിൻ്റെ അകത്ത് നിൽക്കാനല്ല, ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുവാനല്ല. ആ ദൈവത്തിൻ്റെ പരമമായ നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കർത്താവിനോടുകൂടെ നിത്യതയിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ നിത്യതയിൽ നമ്മൾ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ വേണ്ടെന്ന് ഇല്ലാതെ ആയാലും, എന്തൊക്കെ ഇല്ല എങ്കിലും കർത്താവിനെ സേവിക്കുവാൻ കഴിയുന്ന, ആരാധിക്കുവാൻ കഴിയുന്ന, ആത്മികതയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന, ആത്മികമായി മുന്നേറുവാൻ കഴിയുന്ന ആ അനുഭവത്തിന്റെ അകത്തേക്ക് എത്തുവാൻ ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തുകൂടെയും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകരം നമ്മോട് വ്യക്തമായി ദൂത് പറയുന്നത്. സ്തോത്രം. കേരളത്തിലെ ഗാനരചയിതാക്കളിൽ ഏറ്റവും പ്രസിദ്ധരായിരിക്കുന്ന ഗാനരചയിതാക്കളിൽ ഒരാളായിരുന്നു CS മാത്യു എന്ന് പറയുന്ന അനുഗ്രഹീതനായിരിക്കുന്ന ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് പലതും, നമ്മൾ പഴയ പാട്ടുകളൊക്കെ പലതും എന്ത് ചെയ്യുന്നു? പാടി നമ്മൾ ആരാധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ 6-7 പേരാണെന്ന് തോന്നുന്നു, 10 പേര്, 11 പേരിൽ 10 പേരോ അങ്ങോട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒന്നിനു പുറകെ ഒന്നായി ശവപ്പെട്ടി വീടിന് പുറകെ വീട്ടിൽ കയറുക. ആളുകളെല്ലാം പുള്ളിയെ നോക്കി പറഞ്ഞു, നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട്, ദൈവത്തിന് വേണ്ടി നിന്നിട്ട് നിനക്ക് എന്ത് പ്രയോജനമുണ്ടായി? നിന്റെ തലമുറകളെ പോലും ഈ ലോകത്തിൽ രക്ഷിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് അനേകരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ആത്മാപ്രേരിതനായി പാടിയ പാട്ടാ യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്ന് രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ, സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വാരിക്കുമോ വത്സല. എൻ്റെ അടുത്തൊരു ഭാഗം ഇങ്ങനെയുണ്ട്, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ. കഷ്ടതയല്ല വിഷയം, സമ്പത്തുമല്ല വിഷയം, ദൈവമാണ് നമുക്ക് വിഷയം. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കേണ്ടത്. നാം പോകുന്ന അവസ്ഥയിൽ നാം ഒരു കാര്യം ഓർക്കണം, നമ്മളെ ദൈവം കാണുമ്പോൾ, നിങ്ങൾ മനസ്സിലായല്ലോ, നിങ്ങളുടെ ചിന്ത ഞാൻ പറഞ്ഞ ആ 3 പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ 3 പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല, ആവർത്തിച്ച് പൊക്കോളാം. അപ്പം ദൈവം നമ്മളെ അറിയുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു സാധാരണക്കാരനായ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. വേണമെങ്കിൽ വലിയ സ്പീഡിൽ പോകാൻ എനിക്കറിയാം, പക്ഷെ അങ്ങനെ പോകാത്തത്. ലോകത്തിന് മുമ്പിൽ നമ്മളൊക്കെ ആരാണ്? അല്ലേ? സാധാരണക്കാരായ ആളുകളാണ്. നമുക്ക് പറയാൻ വലിയ സ്വാധീനതകളൊന്നുമില്ല, വലിയ സാമ്പത്തിക ഉന്നമനങ്ങൾ ഒന്നുമില്ല, ലോകത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ആ പ്രവർത്തനങ്ങളൊന്നും എന്തില്ല, രാഷ്ട്രീയപരമായിട്ട് ഒന്നും നമുക്കില്ല. നമ്മളെല്ലാം ഈ സമൂഹത്തിൽ ഇറങ്ങിയാൽ, നമ്മളിതിലെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പരിചയക്കാരെങ്കിലും കണ്ടാൽ നമ്മളോട് എന്ത് ചെയ്യും? സംസാരിക്കും. പരിചയക്കാരെ ആരെങ്കിലും കണ്ടാൽ നമ്മളോട് വർത്തമാനം പറയും. പരിചയമില്ലാത്തവരാണെങ്കിൽ നമ്മളതിലേ പോയാൽ ആരും എന്ത് ചെയ്യത്തില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിലെ നടന്നു പോകാൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇതിലെ നടന്നു പോകാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്ക് ഇതിലെ നടന്നു പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ആളുകൾ എന്ത് ചെയ്യും? അപ്പം അവരെ വെച്ച് താരതമ്യം ചെയ്യുമ്പം നമ്മൾ ആരാണ്? ഒരു സാധാരണക്കാരനാണ്. പക്ഷേ ദൈവം നമ്മളെ കാണുന്നത് ആ സാധാരണക്കാരനായിട്ടല്ല. സ്തോത്രം.
ദൈവം നമ്മളെ കാണുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടാണ്. സ്തോത്രം. നിങ്ങൾ ഇന്ന് കുമ്പഴയിലൂടെ നടന്നു പോവുക. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കുമ്പഴയിലൂടെ നടന്നു പോകുമ്പം നിങ്ങളുടെ മക്കനോ മകളോ കൊച്ചുമക്കളോ ആരെങ്കിലും സ്കൂൾ വിട്ട് ആ റോഡിൻ്റെ സൈഡ് ചേർന്ന് നടന്നു വരുന്നത് കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? കാണാത്തവരെ പോലെ പോകുമോ? അറിയാത്തവരെ പോലെ പോകുമോ? എന്ത് ചെയ്യുക? മനസ്സ് നാം അവരെ മൈൻഡ് ചെയ്യാതെ പോകുമോ? ഒരിക്കലുമില്ല. നമ്മൾ ഓടി അവരുടെ അടുക്കിലേക്ക് എന്ത് ചെയ്യും? എത്തും. അവരെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മുഖത്ത് 100 പൂർണ്ണചന്ദ്രന്മാരാണ് എന്ത് ചെയ്യുന്നത്? വിരിയുന്നത്. എന്നതുപോലെ ഇന്ന് പകൽ നിങ്ങൾ ചിന്തിക്കേണ്ട ചിന്ത, എന്നെ നോക്കുന്ന ദൈവം സാധാരണക്കാരനെ നോക്കുന്നത് പോലെയല്ല, ആരെയും മറ്റുള്ളവരെ കാണുന്നത് പോലെയല്ല. വ്യക്തിപരമായി നിങ്ങൾ ഇന്ന് പകൽക്കാലം പറയുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ, എൻ്റെ ദൈവം എന്നെ അറിയുന്നത് മറ്റുള്ളവരറിയുന്നത് പോലെയല്ല. ഞാൻ ലോകത്തിൻ്റെ മുൻപിൽ, ലോകത്തിലെ ആളുകളുടെ മുൻപിൽ ഒരു സാധാരണക്കാരനായിരിക്കുന്ന ആളാണ് എന്ന് വരികിലും, ഒരു സാധാരണക്കാരനായിരിക്കുന്ന വ്യക്തിയാണ് എന്ന് വരികിലും, ദൈവം എന്നെ കാണുമ്പോൾ ഒരു നിസ്സാരനായ വ്യക്തിയായിട്ടല്ല ദൈവം എന്നെ കാണുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായി എന്ത് ചെയ്യുക? ദൈവം എന്നെ അറിയുക. സ്തോത്രം. നമ്മളൊക്കെ ഇടയ്ക്ക് തോന്നുന്നു, നമുക്ക് ഓർക്കും കർത്താവ് നമുക്കാണെങ്കിൽ സമയമില്ല. ഉണ്ടോ? ഹലോ, നമ്മൾ ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന വിഷയം എന്തുവാ? സമയമില്ല. എൻ്റെ മൂത്ത മകൻ, അവന് ഇങ്ങനെ ഈ വർഷമാണ് പഠിക്കാൻ പോയി, എൻജിനീയറിങ്ങിന് പോയി. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഇങ്ങനെ അവധിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 7 ക്ലാസ്സിൽ പഠിക്കുന്നവൻ അവനോടിരുന്ന് ഭയങ്കര വർത്താനമാണ്. അപ്പോൾ ഞാൻ അപ്പുറത്തിരിപ്പുണ്ട്, ഇവർ അമ്മമാർ തമ്മിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ചോദിച്ചു, എടാ നീ ഇപ്പം കോളേജിൽ പോയിട്ട് ISL കാണാറുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, മൂത്തവൻ പറഞ്ഞു ISL കാണാറില്ല. ഇവൻ പിന്നെ കുറേ ഏതാണ്ടെല്ലാം എന്ത് ചെയ്തു ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇതൊന്നുമില്ല. അതെന്നാ കാണാത്തെ? അന്നേരം പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യുന്നില്ല, സമയമില്ല. അന്നേരം കൊച്ചവൻ ചോദിച്ചു, നിനക്ക് എല്ലാവരെയും പോലെ 24 മണിക്കൂർ ഇല്ലേ? എല്ലാവരെയും പോലെ ശരിയല്ലേ ചോദിച്ചു ചോദ്യം. അപ്പം ഞാനും കുറച്ചു നേരം ഓർത്തു, നമ്മളോർക്കും ദൈവത്തിന് എന്തൊക്കെ കാര്യം നോക്കണം അല്ലേ? ഹലോ, ദൈവത്തിന് എന്തൊക്കെ കാര്യം നോക്കാനുണ്ട്. അന്നേരം നമ്മൾ പോലെ ഒരാളെ പരിഗണിക്കാൻ ദൈവത്തിന് സമയമുണ്ടോ എന്നൊക്കെ ദൈവം നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെപ്പോലെ ഒരാളെ മനസ്സിലാക്കാൻ, അന്നേരം നമ്മളെപ്പോലെ ഒരാളെ ശ്രദ്ധിക്കാൻ നമ്മളാണ് തിരക്ക് പിടിച്ചാൽ പിന്നെ മക്കളെയും കാണത്തില്ല, ഭർത്താവിനെയും കാണത്തില്ല, ഭാര്യയും കാണത്തില്ല. തിരക്ക് പിടിക്കുന്ന സമയത്ത്, തിരക്കിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചോദ്യമെങ്ങാനും നമ്മോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരത്തെ നമ്മളൊരു പൊട്ടിച്ചീറലുണ്ടല്ലോ. നിങ്ങളെല്ലാം നല്ല ആൾക്കാരാണ്. ആ സമയത്ത് ഒരു പൊട്ടിച്ചീറലുണ്ടല്ലോ അല്ലേ? ഒരു ദേഷ്യം, മനുഷ്യനോട് സമയമില്ലാതിരിക്കുന്ന സമയത്താ. എന്തിനാ? കാരണം നമുക്ക് എങ്ങനെയും നമ്മുടെ ജോലി എന്ത് ചെയ്യണം? തീർക്കണം. ആ ജോലി തീർക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ ദൈവം ജോലി തീർക്കാനിരിക്കുവല്ലെന്നേ, ദൈവം നോക്കുന്നത് നമ്മളെയാന്നേ. ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം ഈ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നതിന് തുല്യമായി ദൈവവചനം പറയുമ്പോൾ അവൻ അതതിൻ്റെ സമയത്ത് സകലത്തിനും ആഹാരം നൽകി കൊടുക്കുന്നത്, നക്ഷത്രങ്ങൾക്കൊക്കെയും പേരിട്ട് വിളിക്കുന്ന ആ ദൈവത്തിന് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് ഇന്ന് പകൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവ പൈതലെ, ഇന്ന് പകൽ കർത്താവിനെ ഒന്ന് ആരാധിക്ക്, ഇന്ന് പകൽ കർത്താവിനെ സ്തുതി അർപ്പിക്ക്. ലോകത്തിൽ ആരറിയുന്നതിനേക്കാൾ എന്നെ എൻ്റെ കർത്താവ് അറിയുന്നു, എൻ്റെ ആവശ്യം ദൈവം അറിയുന്നുണ്ടെന്ന്. സ്തോത്രം. 800 കോടി ഈ ജനതയുടെ നടുവിൽ നമുക്ക് അറിയേണ്ടതെല്ലാം, നമ്മളെ അറിയേണ്ടതെല്ലാം ദൈവത്തിനറിയാം. നമ്മളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടോ? ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ ആയുസ് എത്രയാണെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ ആരോഗ്യം എത്രയാണെന്ന് ദൈവത്തിനറിയാം.
നമുക്ക് ദൈവസന്നിധാനത്തെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് എത്രയുണ്ടെന്ന് ദൈവത്തിന് അറിയാം. നമ്മുടെ ആത്മിക മണ്ഡലം എത്രയുണ്ടെന്ന് ദൈവത്തിന് അറിയാം. നമുക്ക് എവിടെ വരെ പോകുവാൻ കഴിയുമെന്ന് ദൈവത്തിന് അറിയാം. നമ്മളുടെ പരീക്ഷണങ്ങളുടെ നടുവിൽ നമുക്ക് എത്രമാത്രം ഭക്തിയോടെ നിലകൊള്ളുവാൻ കഴിയുമെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി എത്രയാണ് എന്ന് ദൈവത്തിനറിയാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിങ്ങളോർക്കും ജീവിതത്തിലെല്ലാം തീർന്നു എന്ന്, നിങ്ങളോർക്കും ജീവിതത്തിലെല്ലാം അവസാനിച്ചു എന്ന്, ഇനിയും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നോർക്ക്. പക്ഷെ സ്വർഗം പറയുന്നു, എനിക്ക് നിങ്ങളെ അറിയാം, എത്രത്തോളം നിങ്ങൾ പോകുമെന്ന്, എത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യാം, എത്രത്തോളം നിങ്ങൾ മുൻപോട്ട് പോകുമെന്ന് ദൈവത്തിനറിയാം. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലരോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആലോചന അറിയിച്ചു കൊണ്ടിരിക്കുക. ചില പ്രയാസത്തോടെ വന്നിരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ കർത്താവ് എന്നെ അറിയുന്നില്ലയോ, എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ലയോ, എൻ്റെ ദൈവം എൻ്റെ ഭാരം അറിയുന്നില്ലയോ, എൻ്റെ എന്ത് ചെയ്യുക, ഇതെപ്പം മാറും, എൻ്റെ ഈ വേദന എപ്പം മാറും, എൻ്റെ ഈ പ്രയാസം എപ്പം മാറും. കർത്താവ് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ വചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുന്ന വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, ഭാരം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, കണ്ണുനീര് മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, വേദന മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്. അതിന്റെ നടുവിൽ ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തെ ഉപേക്ഷിക്കാതെ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയുന്ന, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കഴിയുന്ന, കർത്താവിന്റെ വരവിങ്കൽ പോകുവാൻ കഴിയുന്ന, ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്ന ആത്മമണ്ഡലത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ ഇന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് ലോകത്തിലുള്ളതല്ല വേണ്ടത്, എനിക്ക് ഉയരത്തിലുള്ളതാ വേണ്ടത്, എനിക്ക് ലോകത്തിന്റെ ദാനമല്ല വേണ്ടത്, എനിക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹമാണ് വേണ്ടത്. സ്തോത്രം. ഇവിടെയൊക്കെ എന്തൊക്കെ നേടിയാലും ദൈവം നമ്മെ കാണുമ്പോൾ വ്യക്തിപരമായി ദൈവം അറിയുക. കഴുകന്റെ കൂട്, അതിനെയാണ് വചനത്തിനകത്ത് പറയുമ്പോൾ കഴുകൻ കൂടിളക്കി പറക്ക പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്. കഴുകന്റെ കൂട് ആദ്യം വയ്ക്കുന്നത് ഏറ്റവും കട്ടിയുള്ള വസ്തു കൊണ്ടാണ്. ആ കട്ടിയുള്ള വസ്തു കഴിഞ്ഞ് അല്പം കൂടെ കട്ടി കുറഞ്ഞ, ഏറ്റവും ഉയരത്തിലാണ്, അല്പം കൂടെ കട്ടി കുറഞ്ഞ വസ്തുക്കൾ അതിനകത്ത് നിരത്തും. അത് കഴിഞ്ഞ് ചകിരി അതുപോലെയുള്ള നാരുകൾ അതിനകത്ത് നിരത്തും. അത് കഴിഞ്ഞ് കഴുകൻ തൻ്റെ ശരീരത്തിലെ തന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള തൂവൽ തൻ്റെ കൂടിൻ്റെ അകത്ത് നിറയ്ക്കും. എന്നിട്ടാണ് മുട്ടയിട്ട് അതിന്മേൽ അടയിരുന്ന് വിരിയാൻ കാത്തിരിക്കുന്നത്. ആദ്യം വരുമ്പോൾ അതിന് തൂവലുകൾ കാണത്തില്ല. കുറേ ദിവസങ്ങൾ കൊണ്ടത് തൂവലുകൾ വന്നു തുടങ്ങും. തൂവൽ വന്നു കഴിയുമ്പോൾ കഴുകൻ ആ കൂടിൻ്റെ അടുത്തിരുന്ന് ചിറകടിക്കും. ചിറകടിക്കുമ്പോൾ ആ കൂട്ടിലെ തൻ്റെ തൂവലുകൾ മുഴുവൻ എന്ത് ചെയ്യും? പറന്നു പോകും. സുഖസുഷുപ്തിയുടെ ചില അനുഭവങ്ങൾ അവിടം കൊണ്ട് ഇല്ലാതാകുക. സ്തോത്രം. സുഖസുഷുപ്തിയുടെ ചില അനുഭവം അവിടം കൊണ്ടില്ലാതായി. ഇന്നലെ വരെ സുഖകരമായി ശരീരത്തിൽ ഒന്നും കൊള്ളാതെ വേദനയെടുക്കാതെ കിടന്ന കഴുകൻ കുഞ്ഞുങ്ങൾ അല്പം കൂടെ കട്ടിയുള്ള വസ്തുവിലേക്ക് പോകുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിന് അത്രയും നല്ല സുഖം എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അല്പം കൂടെ വളർച്ച പ്രാപിച്ച് കഴിയുമ്പോൾ ആ നാര് കൊണ്ടുള്ളതെല്ലാം എന്ത് ചെയ്തു? എടുത്തു കളയും. അല്പം കൂടെ കഴിയുമ്പോൾ ആ അടുത്ത ലെയറും എന്ത് ചെയ്യും? എടുത്തു കളയും. തൂവലുകൾ മുഴുവൻ വന്ന് ഈ തൂവലുകളെല്ലാം വന്ന് ചിറക് വന്ന് തുടങ്ങുമ്പോൾ കഴുകൻ ആ കൂട് തന്നെ പറിച്ചു കളയും. അത് കഴിഞ്ഞ് ഈ കൂടും പറിച്ചു. കുഞ്ഞിന് ചോദിക്കാം, ആദ്യത്തെ സുഖകരമായ അനുഭവം മാറി, അവിടുന്ന് അല്പം കൂടെ സുഖമുണ്ടായി, അതിൽ മാറി, ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. അതിൻ്റെ പിറകിൽ ആ തള്ളക്കഴുകനൊരു ഉദ്ദേശമുണ്ട്. വെറുതെയല്ലത് പറിച്ചത്. എന്നും അപ്പൻ കൊടുക്കുന്ന, അമ്മ കൊണ്ട് കൊടുക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് കൂട്ടിൻ്റെ അകത്ത് എന്നും ഇരിക്കാനല്ല ഈ കുഞ്ഞിനെ കുറിച്ചുള്ള
അവൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ, നിങ്ങൾ നല്ല അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ, ഒരു പ്രയാസമില്ലാതെ അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ, ചിലതിനെ ദൈവം ഒടിച്ച് കളഞ്ഞതിൻ്റെ പിറകിൽ, ദൈവം ചിലതിനെ എടുത്ത് മാറ്റിയതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. സകലതും നഷ്ടപ്പെടുന്നു പോകുന്നത് പോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകപ്പെട്ടതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവം അറിയാതെയല്ല അത് സംഭവിച്ചത്, ദൈവം അറിയാതെയല്ല അങ്ങനെ ചെയ്തത്, ദൈവത്തിൻ്റെ മുന്നറിവില്ലാതെയല്ല അങ്ങനെ സംഭവിക്കാനിടയായി തീർന്നത്. ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഓരോത്തിൻ്റെയും പിറകിൽ വ്യക്തിപരമായി ദൈവത്തിൻ്റെ അറിവുണ്ട്, ദൈവത്തിൻ്റെ മുൻ നിർണയമുണ്ട്. ദൈവത്തിൻ്റെ അറിവോടും മുൻ നിർണയത്തോടും കൂടെയുള്ളത് മാത്രമേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. അത് ദൈവം അനുവദിച്ചിട്ടാ. അവസാനം കൂട് ഇളക്കി കഴിഞ്ഞ് ചിറകിന്മേൽ ഇതിനെ വഹിച്ചുകൊണ്ട് അനന്തമായി വിഹായസിലേക്ക് പറന്നുയരുന്ന ഒരു സമയമുണ്ട്. അത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മുകളിൽ ചെന്ന് കഴിഞ്ഞ ഈ ചിറകിന്മേൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ചിറക് കുടഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യും? എടുത്തു കളയും, എറിഞ്ഞുകളയും. എന്നിട്ട് കഴുകൻ ഉയർന്ന ഒരു പാറയുടെ മുകളിൽ പോയി നോക്കിയിരിക്കും. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് ചിറകിട്ടടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ചിറക് കുഴയാൻ തുടങ്ങും. ആ ചിറക് കുഴയുന്ന സമയത്ത് ആ ഉയരത്തിലിരിക്കുന്ന കഴുകൻ വെറുതെ ഇരിക്കത്തില്ല, വളരെ വേഗത്തിൽ താഴേക്ക് വന്ന് ചിറക് വിടർത്തി ആ കുഞ്ഞുങ്ങളെ താൻ ചിറകിന്മേൽ എന്ത് ചെയ്യും? വഹിച്ചുകൊണ്ട് അവൻ വീണ്ടും ആ പാറയുടെ മുകളിൽ പോയിരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിലംപരിചാകാൻ അവൻ സമ്മതിക്കത്തില്ല. കഷ്ടത അനുവദിച്ചെങ്കിൽ, കണ്ണുനീർ അനുവദിച്ചെങ്കിൽ, വേദന അനുവദിച്ചെങ്കിൽ, ഭാരം അനുവദിച്ചെങ്കിൽ, വേദനയിൽ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിനറിയാം ഏത് നിമിഷം വരെയും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്ന്. ആ നിമിഷം വരെയും ദൈവം നമുക്ക് വേണ്ടി നോക്കിയിരുന്ന് നാം നിലംപരിചായി പോകാതിരിക്കുവാൻ സ്വർഗം നമ്മെ ചിറകിന്മേൽ വഹിക്കുന്ന സമയമുണ്ട്. നമ്മൾ അല്ലെ, കഴുകൻ കുഞ്ഞിനറിയില്ല അവൻ താഴേക്ക് വീഴുമെന്ന് ഓർക്കും, പക്ഷെ വീഴാൻ അനുവദിക്കത്തില്ല. കുറച്ച് ദിവസങ്ങൾ ഇത് തുടരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിറകടിച്ച് പിന്നെ എന്ത് ചെയ്യത്തില്ല, തളരാതെ ആ കഴുകൻ കുഞ്ഞുങ്ങൾ സ്വയപ്രാപ്തിയിലേക്ക് എത്തുക. നാം ഓർക്കണം, സ്വർഗം നമ്മളെക്കുറിച്ച് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ആളുകളുടെ മുൻപിൽ പതറുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന് ഒത്തിരി പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് നമ്മളെക്കുറിച്ച് വിപുലമായ പദ്ധതികളുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ കാണാതെ പറയേണ്ട വാക്യമാ. ആ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. വായിച്ചു, എല്ലാവരും നോക്കിയിരിക്കുക. നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അത് തിന്മയ്ക്കുള്ളതല്ല. വായിച്ചു, നന്മയ്ക്കായിട്ടുള്ളത് അത്രേ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എൻ്റെ വാക്യം ഇല്ലേ? ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മൾ നല്ല ഭാവി വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ, നമ്മളെ നല്ല കാര്യം വരുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം. ബൈബിളിൽ ഏറ്റവും പ്രിയപ്പെട്ട വാക്യങ്ങളിൽ ഒന്നായി ഇത് മാറുമ്പോൾ, ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് ദൈവം നമ്മോട് പറയുക. ദൈവം നിങ്ങളെ അറിയുന്നു എന്ന് ദൈവം നിങ്ങളോട് പറയുക. പലപ്പോഴും പരാതി പറഞ്ഞില്ലേ? പലപ്പോഴും പരാതി പറഞ്ഞില്ലയോ? ദൈവം എന്നെ അറിയുന്നുണ്ടോ? ദൈവം എന്നെ കാണുന്നുണ്ടോ? ദൈവം എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി വരുത്തില്ലയോ എന്നൊക്കെ എന്ത് ചെയ്തു? സ്തോത്രം. ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങുന്ന സമയത്ത്, ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്
നിങ്ങൾ ഇന്ന് പകൽ ഓർക്കേണ്ടത്, ഞാൻ ഉൾപ്പെടെ ഓർക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാ? ആരെക്കുറിച്ചാ? നമ്മുടെ മക്കളെക്കുറിച്ച് ആണോ? നമ്മളെപ്പോഴും അതിനെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. എന്തിനു? അവർക്ക് നല്ല ഭാവി എന്ത് ചെയ്യണം, വരണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മക്കളോട് പറയാറുണ്ട്, ഞങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, അനുഭവിപ്പാൻ ഇടവരാതിരിക്കുവാൻ. നമ്മൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കുറിച്ച്, അവൻ്റെ ഭാവി, അവൻ്റെ പഠനം, അല്ലെങ്കിൽ ആ വ്യക്തി, അതിൻ്റെ ആ മോനമോള് ആരുമാകട്ടെ, അതിൻ്റെ ഭാവി, അതിൻ്റെ പഠനം, അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ അധ്വാനിക്കുന്നു. ഞാനൊക്കെ കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് ചില സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ പറയാറുണ്ട്, ഈ കുഞ്ഞിനെ ഓർത്തിട്ടാ, ഈ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാ. അല്ല ഞാനൊക്കെ പണ്ട എന്ത് ചെയ്തേനെ, എന്തേലും കടുങ്കയൊക്കെ എന്ത് ചെയ്തേനെ, ചെയ്തു പോയേനെ. ചിലർ പറയും ഈ കുഞ്ഞിനെ ഓർത്തിട്ട ഞാൻ എന്ത് ചെയ്തു, ഈ മനുഷ്യനെ ഇട്ടിട്ട് പോകാതിരിക്കുന്നത്. അങ്ങനെയുണ്ട് ചിലത്. അപ്പൊ ആരെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നേ? കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുക, അവർക്ക് നല്ലത് വരുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവം എൻ്റെ പിതാവാണെങ്കിൽ ആ ദൈവം എന്നെക്കുറിച്ച്, ഞാൻ എൻ്റെ മകനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം ചിന്തിക്കുന്നുണ്ട്. അതാണ് വായിച്ചത്, ഒരു കാശിന് 2 കുരികിലും 2 കാശ് എന്ത് ചെയ്യുക? ആ ഏറിയ കുരികിലിനേക്കാൾ നിങ്ങൾ എന്ത് ചെയ്യണം? വിശേഷതയുള്ളവരാ. നിങ്ങൾ സാധാരണക്കാരല്ല. ആ കുരികിലിനെ പോലും അറിയുന്ന ദൈവം, ആ കുരികിലിനെ മനസ്സിലാക്കുന്ന ദൈവം, ആ കുരികിലിന്റെ അനുഭവത്തിനകത്ത് എന്ത് ചെയ്യുക? അറിയുന്ന ഒന്നുപോലും പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴത്തില്ലെങ്കിൽ, ദൈവം തന്റെ സ്വരൂപത്തിലും ദൈവം തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആ മനുഷ്യൻ തന്റെ ചങ്കിലെ ചോര വിലയ്ക്ക് കൊടുത്ത് കാൽവറി മലമുകളിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന നമ്മുടെ കർത്താവ്, ആ സ്നേഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന അനുഭവത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോയി ദൈവം നമ്മളെ വീണ്ടെടുത്ത ആ സ്വർഗത്തിലെ അപ്പച്ചൻ, ആ ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കാതിരിക്കുമോ? ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ആ ദൈവം നമ്മെ കാണാതിരിക്കുമോ? ആ ദൈവത്തിന്റെ ചിന്തകൾ എന്തിനു വേണ്ടിയുള്ളതാ? നമുക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയുള്ള ചിന്തകൾ ആ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പോകുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ ഒരു കണ്ണ് ഉണ്ട്, ഒരു സർവിലൻസ് ഉണ്ട്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടും വരാൻ താമസിച്ചാൽ നമുക്കൊരു വെപ്രാളമാണ്, അല്ലേ? ഒരാദിയുണ്ട്. സാധാരണ വരുന്ന സമയത്ത് സ്കൂൾ ബസ് വന്നില്ലെങ്കിൽ നമ്മൾ ഇറങ്ങി മുറ്റത്ത് നിൽക്കുകയല്ല, വീടിൻ്റെ ചുറ്റും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്താ കാര്യം? ഇന്ന് പകലത് ദൈവമായിട്ടൊന്ന് ചിന്തിച്ചേ. ഞാൻ ശാന്തമായി പറയുക, ഇന്ന് പകൽ നാം ചിന്തിക്കേണ്ട ചിന്ത എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ കരയുമ്പോൾ, നമ്മൾ ഭാരപ്പെടുമ്പോൾ ആ പിള്ളേർക്ക് ഇതുമെല്ലാം വിഷയമാണോ? ഇല്ല. എന്നോട് എൻ്റെ അപ്പൻ ഒരു പ്രാവശ്യം പറഞ്ഞു, നീ ഒരപ്പനായി കഴിയുമ്പോഴേ ഈ അപ്പൻ്റെ വേദന അറിയത്തുള്ളെന്ന്. ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ താമസിച്ചൊക്കെ വരുമ്പോൾ ഇത്ര പേടിക്കാൻ തന്നെ, ഇത്ര വിഷമിക്കാൻ തന്നെ ഇരിക്കും, നിങ്ങൾ വരത്തില്ല എന്നൊക്കെ നമ്മളെന്ത് ചെയ്യും? നമുക്കിതൊന്നും വിഷയമല്ല. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, സ്വർഗം നമ്മെ അറിയുന്ന അറിവ്, ആ ദൈവം നമ്മെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്ന ചിന്ത. ആ ചിന്തയുടെ പരിണിത ഫലമായി നാം പോകുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ഒരു പരിപാലനം നമ്മുടെ കൂടെ എന്ത് ചെയ്യുക? ഉണ്ടാകുക. പക്ഷെ ആ പരിപാലനം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. ഇവിടെ ഉണ്ടോ എല്ലാവരും? ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. സ്തോത്രം. ആ പ്രതീക്ഷ എന്ത് ചെയ്യരുത്? ഇല്ലാതെയാക്കല്ലേ. ആ കർത്താവിനെ ആരാധിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു.
നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് കാണുവാൻ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ദൈവിക പ്രമാണത്തിൻ്റെ അകത്ത് നിൽക്കുന്നത് കാണുവാൻ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം തന്ന എന്തിനേയും മടക്കി ചോദിച്ചാൽ യാതൊരു മടിയും കൂടാതെ ദൈവത്തിന് കൊടുക്കുവാൻ, ദൈവത്തിന് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുവാൻ, അത് ചെയ്യുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം തന്നത് മടക്കി ചോദിച്ചാൽ സ്തോത്രം. കൊടുക്കാൻ തയ്യാറാണോ? കൊടുക്കുമോ? അത് കൊടുക്കുന്നത് കാണാൻ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം പറയുമ്പോൾ പറയുന്ന, ഞാൻ എൻ്റെ അതിലെ ദൈവത്തിന് നിങ്ങളെ എത്രത്തോളം നന്നായി അറിയാം. ദൈവം പറയാണ്, നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ ആർക്കറിയാം? ദൈവത്തിനറിയാം. നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നത് എന്നാണെന്ന് ദൈവത്തിനറിയാം. അടുത്തിരിക്കുന്ന ആൾക്കറിയാവോ? ഇല്ല. അറിയാതിരിക്കുന്നത് കൊണ്ട് ഒരു സ്തോത്രം എന്ത് ചെയ്തോണം? പറഞ്ഞോണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ലായിരുന്നു? അയ്യോ, അതൊന്നും നിർവചിക്കാൻ എന്ത് ചെയ്തില്ല. ഞാൻ ഒരു പ്രാവശ്യം ഒരു ഞാൻ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ആർട്ടിക്കിൾ എഴുതും. അതിനകത്ത് എഴുതിയ ഒരു ആർട്ടിക്കിൾ ഇതായിരുന്നു: ചിന്തകൾക്ക് ശബ്ദമുണ്ടായിരുന്നെങ്കിൽ. ചിന്തകൾക്ക് ശബ്ദമുണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആൾക്ക് അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഭർത്താവ് ചിന്തിക്കുന്നത് ഭാര്യയ്ക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഭാര്യ ചിന്തിക്കുന്നത് ഭർത്താവിന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതിനെക്കുറിച്ച് ആ ഭീകരാവസ്ഥയെക്കുറിച്ചൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആലോചിക്കാൻ പോലും പറ്റത്തില്ല. വചനം പഠിക്കുമ്പോൾ പിശാചിന് പോലും നമ്മളുടെ ചിന്തകളെ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഞാനതിൻ്റെ നിർവചനത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ദൈവത്തിന് നമ്മളുടെ ചിന്തകളെ അറിയാം. സ്തോത്രം. ദൈവത്തിന് നമ്മുടെ ചിന്തകളെ അറിയാം. ഇന്ന് പകൽ അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന എന്ത് ചെയ്യുന്നുണ്ട്? ആ കർത്താവ് അറിയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടിറങ്ങുന്ന സമയത്ത് ചിന്തിച്ച ചിന്ത എന്തെന്ന് ആ കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. ദൈവം അവരോട് ഓർപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ മനസ്സിൽ ഉള്ളപ്പോൾ തന്നെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ കഷ്ടപ്പാടുകളും അതെല്ലാം ആരുടെ മനസ്സിലുണ്ട്? ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ദൈവം ചില സമയത്ത് എന്ത് ചെയ്യത്തില്ല, ഇടപെടത്തില്ല. ദൈവം ചില സമയത്ത് പ്രവർത്തിക്കത്തില്ല. ദൈവം ചില സമയത്ത് അതിനുവേണ്ടി ഇറങ്ങി വരത്തില്ല. ദൈവം മോശയോട് ഹോരേബ് പർവ്വതത്തിന് മുകളിൽ വെച്ച് മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ ജനത്തിൻ്റെ കഷ്ടത എന്ത് ചെയ്തു? ഞാൻ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. കഷ്ടത കണ്ടിട്ടും നിലവിളി കേട്ടിട്ടും അല്പസമയത്തേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതെ ദൈവം അവിടെ മാറി നിൽക്കുക. അതിന്റെ പിറകിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഓർക്കണം, ദൈവത്തിന്റെ പൈതലെ, നീ ഏതറ്റം വരെ പോകുമെന്ന്, ഞാൻ ഏതറ്റം വരെ പോകുമെന്ന്, എനിക്ക് അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്ന് എന്റെ കർത്താവിനറിയാം. ആ അറിയുന്ന കർത്താവ് ഇന്ന് പകൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുന്ന ചില പ്രത്യേക സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവ രക്ഷകനായി ഇറങ്ങി വന്ന് അവൻ നമ്മെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് പകൽ കർത്താവിനെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയട്ടെ. എന്തിനാണ് ദൈവം കാത്തിരിക്കുന്നത്? എന്തിനാണ് ദൈവം അതിനെ അനുവദിക്കുന്നത്? നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. നമ്മെ കർത്താവ് ഈ ദൈവിക ഭവനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, ആ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ, ആ ദൈവത്തിന്റെ മകനോ മകളോ ആക്കി നമ്മളെ മാറ്റുമ്പോൾ വെറുതെ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു.
അതിനകത്ത് ഒരു പാക്കേജ് ഉണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി നിർവഹണത്തിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുവാൻ ഏതു വഴിയിലൂടെയാണ് നമ്മെ കൊണ്ടുപോകേണ്ടതെന്ന് ലോകത്തിൽ ആർക്കും അറിയില്ലെങ്കിലും നമുക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവം അതിനുവേണ്ടി ദൈവത്തിന്റെ വഴി നമ്മോട് ചോദിക്കാതെ തെരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ ദൈവം ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ ഒക്കെ വചനം വാക്കുകൾ അവിടെയാണ് കാണുന്നത്. അവരെ ദൈവം തെരഞ്ഞെടുക്കുകയും അവരെ ദൈവം വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോവുകയും ആ വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് ദൈവം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം തെരഞ്ഞെടുക്കുന്ന ചില വഴികൾ സന്തോഷത്തിൻ്റെതാ, അപ്പോൾ തന്നെ ചിലത് വേദനയുടേതാ, അപ്പോൾ ചിലത് കഷ്ടതയുടേതാ. പക്ഷേ അതെല്ലാം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവത്താൽ നിയോഗിതമായ, ദൈവം അറിഞ്ഞു മാത്രം ചെയ്യുന്ന, ദൈവത്താൽ മാത്രം സംഭവിക്കുന്ന വഴിയാണ് എന്നറിഞ്ഞ് ഞാൻ ദൈവത്തെ തള്ളിപ്പറയുകയല്ല, ദൈവത്തെ ഉപേക്ഷിക്കുകയല്ല, ദൈവ സന്നിധാനം വിട്ടു മാറുകയല്ല, പിറുപിറുപ്പുള്ളവരായി മാറുകയല്ല, ആരാധന മുടക്കുകയല്ല, പ്രാർത്ഥന കുറയ്ക്കുകയല്ല, വചനധ്യാനം ഇല്ലാതെയാക്കുകയല്ല ചെയ്യേണ്ടത്. എന്റെ കർത്താവ് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ കൂടുതൽ ആരാധിക്കുന്ന ആ ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. സ്തോത്രം. അതിന് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം പഠിക്കണം. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത പൂർത്തീകരണത്തിനായി ദൈവം കൊണ്ടുപോകുന്ന വഴികൾ, ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും യോസഫിലൂടെയും ദൈവം ചെയ്ത പ്രവർത്തികൾ, 400 വർഷത്തെ സുദീർഘമായ ഒരു കാലഘട്ടം. ആ ഭാഗം നിങ്ങൾ നോക്കുക. യോസഫ് കാണുന്ന ദർശനം അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന്റെ ഫലമാണ്. ആ വാഗ്ദത്തത്തിന് വേണ്ടിയിട്ടാണ് ദൈവം യോസഫിനെ വിട്ടത്. യോസഫ് വെറുതെ പോവുകയല്ല, ദർശനം കൊണ്ട് എന്ത് ചെയ്തു? സഹോദരർ എതിരായി മാറിയപ്പോഴാ അവനെ എന്ത് ചെയ്യുന്നത്? വാഗ്ദത്ത ദേശത്തേക്ക് വിടുന്നത് അല്ലേ? ദർശനം കൊണ്ട് സഹോദരർ എതിരായി മാറുമ്പോഴാ. പൊട്ടക്കിണറ്റിലും ഇസ്മായിലിലെ കച്ചവടക്കാർക്കും പൊത്തിഫേറിന്റെ ഭവനത്തിലും അകമ്പടി നായകന്റെ ഭവനത്തിലെ കാരാഗ്രഹത്തിലും യോസഫ് അറിഞ്ഞില്ല ഇത് വാഗ്ദത്ത പൂർത്തീകരണത്തിനായി ദൈവം ഒരുക്കിയ കഠിന പാതകളാണ് എന്ന്. യോസഫ് ഉള്ളത് കൊണ്ടാ യാക്കോബ് 72 പേരോടുകൂടെ മിസ്രൈമിലെത്തിയത്. അബ്രഹാമിനോട് ദൈവവാഗ്ദത്തം പറഞ്ഞത് എന്താ? നിന്റെ സന്തതിയെ ഞാൻ മിസ്രൈമിൽ അയക്കും, അവർ സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പാർക്കും, അവർ അവിടെ നിന്ന് മഹാജനതയായി പുറപ്പെടും, മഹാസമ്പത്തോടുകൂടെ അവർ പുറപ്പെടും. സ്തോത്രം. ആ അബ്രഹാമിന്റെ ചരിത്രം മുതൽ അവരുടെ പുറപ്പാട് വരെയുള്ള ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ വഴി അതെത്ര ശ്രേഷ്ഠകരമായിരുന്നു. പക്ഷേ ഈ പിതാക്കന്മാരിൽ ആരോടും അതെന്ത് ചെയ്തില്ല, ദൈവം പറഞ്ഞു കൊടുത്തില്ല. ആരോടും ദൈവം പറഞ്ഞില്ല ഇത് വാഗ്ദത്തത്തിൻ്റെയാണെന്ന്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വചനത്തിനകത്തൂടെ ചില പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തമായി ദൈവം പറയുക, ദൈവത്തിൻ്റെ വഴികളിലൂടെയാണ് ഇന്ന് പകൽ നിങ്ങൾ നടക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചില ദൈവിക പദ്ധതികൾ, വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച ചില വിഷയത്തിന് മേൽ മറുപടി ദൈവത്തിന് നൽകി തരുവാൻ, ചില അനുഗ്രഹം ദൈവത്തിന് നൽകി തരുവാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ആ പാതകളുടെ നടുവിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ വിട്ട് മാറരുതേ. കാരണം ദൈവം നമ്മളെ അറിയുന്നതിനേക്കാളും എന്ത് ചെയ്യുക? ദൈവം നമ്മെ മനസ്സിലാക്കുന്നത് നാം ആരും മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ഉപരിയായി ദൈവം നമ്മെ മാറ്റുക. നാം ഓർക്കണം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായ അറിവാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉള്ളത്.
ഞാൻ ആദ്യമേ പറഞ്ഞ വാചകം പോലെ നിങ്ങളിൽ ആരെയും എനിക്കറിയില്ല, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ അറിവുകളൊന്നുമില്ല. പക്ഷെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചുള്ള അറിവ് വ്യക്തിപരമായ അറിവാണ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. വ്യക്തിപരമായ അറിവാണ്. നമ്മളെ പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന ആ അറിവ്. സ്തോത്രം. പേര് ചൊല്ലി, കാരണം പേരിട്ടത് ആരാ? ദൈവ. നമ്മൾ ജനിച്ച വിവരം ലോകത്തിൽ ആരും എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. അറിഞ്ഞോ? ഇല്ല. ഒരു ഏകകോശ ജീവിയായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്, അതിൻ്റെ ബർത്ത് ടൈം ശരിക്കും അറിഞ്ഞത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. അപ്പം ആ അറിവ് ദൈവം, അതാണ് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ദൈവം യിരെമ്യാവിനോട് പറയുക, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ പേർ ചൊല്ലി വിളിച്ചു, ഞാൻ എന്ത് ചെയ്തു? ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുക. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത് ആകുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്തു? അറിഞ്ഞു. നമുക്ക് പേരും എന്ത് ചെയ്തു? ദൈവം ഇട്ടായിരുന്നു. നമുക്ക് പിന്നെ ഇന്ത്യയിൽ ഈ ലിംഗനിർണയ എന്ത് ചെയ്യുക, ജെൻഡർ ഏതാണെന്ന് അറിയാനുള്ള അത് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഇല്ല. അതുകൊണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടേ ആണാണോ പെണ്ണാണോ എന്ന് എന്ത് ചെയ്യത്തുള്ളൂ, അറിയത്തുള്ളൂ. അതുകൊണ്ട് കൊച്ചു ജനിച്ചു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹലോ, പേര് കണ്ടുപിടിക്കുന്നത്. പക്ഷെ സ്വർഗം പറയുക, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അറിവ് വ്യക്തിപരമായിരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചു. സ്തോത്രം. നമ്മുടെ പേര് ചൊല്ലി വിളിച്ച ദൈവം, ആ ദൈവം അതൊരു വൈയക്തികമായ അറിവാണ്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് സാറയുടെ ക്രൂരമായ പീഡനം സഹിക്കുവാൻ കഴിയാതെ ഇറങ്ങി ഓടുന്ന ഹാഗർ ബെർലഹോയിരോയി കിണറിൻ്റെ അരികെ നില്ലുമ്പോൾ ആ കിണറിൻ്റെ അരികിൽ വെച്ച് നിന്ന് തൻ്റെ ബന്ധുക്കളുടെയോ തൻ്റെ ചാർച്ചക്കാരുടെയോ അടുക്കിലേക്ക് പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവളുടെ അടുക്കൽ തളർന്നവശയായി വേദനയോടെ നിൽക്കുമ്പോൾ അവളുടെ ഇറകിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സ്വർഗത്തിലെ ദൂതൻ അവളെ പേര് ചൊല്ലി വിളിച്ചു, ഹാഗറേ, ഹാഗറേ. അഡ്രസ്സും പറഞ്ഞു, സാറയുടെ ദാസിയായ ഹാഗാറേ. സ്തോത്രം. ഉടൻ ഹാഗാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? അബ്രഹാമിൻ്റെ ഭവനത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം, ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിൽ ആരും തുണയായി ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാവരും എന്ത് ചെയ്യുക, ഉഴന്ന് നടക്കുന്ന സമയത്ത്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിൻ്റെ നടുവിലും ആ സ്വർഗത്തിലെ ദൈവം തൻ്റെ മകളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഇന്ന് പകൽ ഇവിടെ ആഗതനായിട്ടുണ്ട്. ഇന്ന് പകൽ ഇവിടെ ആഗതനായിട്ടുണ്ട്. എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിക്കുമ്പോൾ, നിങ്ങൾ ആരുമില്ലെന്ന് ഓർക്കുമ്പോൾ, നിങ്ങൾ ഭാരപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ, നിങ്ങൾ പ്രയാസപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ, എല്ലാവരും തള്ളിപ്പറയപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, കൂട്ടിനും എന്ത് ചെയ്യുക, ചാർച്ചക്കാരോ കൂട്ടുകാരോ ഇല്ലാതിരിക്കുമ്പോൾ, വേദന പങ്കുവയ്ക്കുവാൻ, ഭാരം പറയുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, നിങ്ങൾക്കൊരു അഭയസ്ഥാനമുണ്ട്. അത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ അഭയസ്ഥാനമാണ്. ആ ദൈവം നമ്മെ തള്ളിക്കളയത്തില്ല. അവൻ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങും. അവൻ നമ്മുടെ കണ്ണുനീരിന്റെ നടുവിൽ ഇറങ്ങും. എന്നെ പേര് ചൊല്ലി ആ ദൈവം വിളിക്കും. ആ ദൈവം പേര് ചൊല്ലി വിളിച്ച് ആ ദൈവം എനിക്ക് ആശ്വാസം പകരും. ആ ദൈവത്തിന് എന്നെ കുറിച്ച് വ്യക്തമായ അറിവുണ്ട്. സ്തോത്രം. മാതാപിതാക്കളെ, നിങ്ങളെ വ്യക്തിപരമായി ദൈവം എന്ത് ചെയ്യുക, അറിയാം. പേര് വിളിക്കുന്ന ദൈവം. വേദപുസ്തകത്തിൽ പലരെയും എന്ത് ചെയ്തിട്ടുണ്ട്? പലപ്പോഴും നമ്മളെ ആൾക്കാരൊക്കെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്തോ അറിയാം? ഞാൻ പറയാറുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ച് എല്ലാം എന്ത് ചെയ്യാം,
അറിയാം. എൻ്റെ അടുത്ത നിമിഷം എന്താണെന്ന് എന്ത് ചെയ്യാം? ദൈവത്തിനറിയാം. നാം ഒരു കാര്യം ഓർക്കേണ്ട വസ്തുതയുണ്ട്. നമ്മളെയും എന്നെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ട്. അറിയേണ്ടതെല്ലാം ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ശിമോനോട് കർത്താവ് പറഞ്ഞത്, ശിമോനെ, നീ നിന്റെ ഭക്തിയിലധികം പ്രശംസിക്കേണ്ട, നീ എൻ്റെ കൂടെ നടക്കുന്നു എന്നോർത്തുകൊണ്ട് അധികം എന്ത് ചെയ്യണ്ട, നീ പ്രശംസിക്കേണ്ട. നിനക്ക് ശക്തി ഉണ്ട് എന്നോർത്തുകൊണ്ട് നീ പ്രശംസിക്കേണ്ട. പിടിച്ചു നിൽക്കാൻ കഴിവുണ്ട് എന്നോർത്തുകൊണ്ട് നീ പ്രശംസിക്കേണ്ട. നിന്നെ പാറ്റാൻ പിശാച് ഗോതമ്പ് പോലെ എന്നോട് അനുമതി ചോദിച്ചതാ. പക്ഷെ എനിക്കും നിന്നെ അറിയാവുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിൽ നിന്നെ പാറ്റിയാൽ നിന്റെ വിശ്വാസം പൊയ്പോകുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് നിന്നെ പാറ്റുവാൻ ഞാൻ അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ കർത്താവ് ഇന്ന് പകൽ വ്യക്തിപരമായി നമുക്കൊന്ന് ഏറ്റു പറയാ, എന്നെ എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്, എന്നെ എൻ്റെ ദൈവം അറിയുന്നുണ്ട്. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ അറിവ് കേവലം വൈയക്തിക ചെറിയ അറിവല്ല. ഞാൻ ആരാണ് എന്ന്, എനിക്ക് എന്തുണ്ട് എന്ന്, എനിക്ക് എന്തൊക്കെ വേണമെന്ന്, എൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് എൻ്റെ ദൈവത്തിനറിയാം. സ്തോത്രം. അപ്പം ദൈവത്തിന് നമ്മളെ അറിയാമെങ്കിൽ അല്ലേ? നിങ്ങൾ ഇന്ന് പകൽ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളൊക്കെ മാതാപിതാക്കളാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ സദാ ജാഗരൂകരുമാണ് അല്ലേ? അവർ ചോദിക്കാതെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യും? മേടിച്ചു കൊടുക്കും, ഇല്ലേ? ചിലത് വഴക്കുണ്ടാക്കുമ്പോഴാ, അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും? കൊടുക്കത്തില്ല. 3 വയസ്സുള്ളവന് ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കുമോ? കൊച്ചു കുഞ്ഞിന് കത്തി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? 3 വയസ്സ് കത്തി എടുത്തില്ലെങ്കിലും 10 വയസ്സാകുമ്പോൾ കത്തി എന്ത് ചെയ്യും? ഇല്ലേ? എടുപ്പിക്കും. പെൺപിള്ളേരെ കൊണ്ടൊക്കെ കറിക്കിരിയാൻ കൊടുക്കത്തില്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പിന്നെ അറിയത്തില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഓരോന്നിൻ്റെ പ്രായത്തിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവിടെ നിങ്ങൾ ആരും കുഞ്ഞുങ്ങൾ പേരൻ്റ് ഇത് ഇല്ലയോ? സ്തോത്രം. ഞാൻ എൻ്റെ മൂത്ത മകനെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് മേടിച്ച് കൊടുത്തു. അവൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, 7 ഓർക്കുന്നില്ല. കൊടുത്ത സമയത്തും രണ്ടാമത്തെ പുള്ളി ഭയങ്കര ബഹളം. എന്തോ വേണം? ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വേണം. മേടിച്ച് കൊടുക്കുമോ? എന്താ കാര്യം? മേടിച്ച് കൊടുത്താൽ എന്നാ കുഴപ്പം? പൈസ ഇല്ലേ? എന്താ കാര്യം? അതിൻ്റെ ആവശ്യമില്ല, അവനത് വേണ്ട. പക്ഷേ അവനത് ആവശ്യം വന്നപ്പോൾ അവൻ പറയാതെ തന്നെ ഞാൻ മേടിച്ചു കൊടുത്തു. ഈ ചോദിക്കുന്നതെല്ലാം തരുന്നതല്ല ദൈവം, ആവശ്യപ്പെടുന്നതെല്ലാം നൽകി തരുന്ന ആളൊന്നും അല്ല ദൈവം. നമുക്കാവശ്യമുള്ളത് എന്താണ് എന്ന്, അത് എപ്പോഴാണെന്ന്, എപ്പോഴാണ് ആവശ്യമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അത് നീ ചോദിച്ചില്ലെങ്കിലും വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധാനത്തിങ്കൽ നിൽക്കുവാൻ തയ്യാറായാൽ, ആ ദൈവത്തെ അനുസരിക്കാൻ, ആ കർത്താവിനെ ആരാധിക്കാൻ, എന്ത് കിട്ടിയില്ലെങ്കിലും സമ്മാനം എന്തൊക്കെ നൽകി തന്നില്ലെങ്കിലും ഭക്തിയോടെ ജീവിക്കുവാൻ, പ്രമാണത്തിൽ ജീവിക്കുവാൻ തീരുമാനമെടുത്ത് ദൈവത്തെ തള്ളിപ്പറയാതെ മുൻപോട്ട് പോയാൽ തക്ക സമയത്ത് ആ ദൈവം നിന്നെ ഉയർത്തും. കർത്താവ് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പം ദൈവത്തിന് നന്ദി, എന്തെങ്കിലുമൊക്കെ കിട്ടാത്തപ്പം ആ ദൈവത്തെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ലഭിക്കുന്ന ദാനത്തിലല്ല വലുത്, ആ നൽകിത്തരുന്ന ദൈവത്തിന്. സ്തോത്രം. എന്തും നൽകിത്തരാൻ ദൈവത്തിന് കഴിയും, ആവശ്യപ്പെടുന്ന എന്തും തരുവാൻ ദൈവത്തിന് കഴിയും. കഴിവില്ലായ്കയൊന്നുമില്ല, അതാ വിശ്വാസം. പക്ഷെ തരികയോ തരാതിരിക്കുകയോ
അത് ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാ. ദൈവം തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് വിഷയമല്ല. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെ കിട്ടിയില്ലെങ്കിലും എൻ്റെ കർത്താവിനെ ആരാധിക്കും. അവൻ എനിക്ക് രോഗസൗഖ്യം തന്നില്ലെങ്കിലും, അവൻ എൻ്റെ കടം മാറ്റിയില്ലെങ്കിലും, അവൻ എനിക്ക് ഉന്നതി തന്നില്ലെങ്കിലും, അവൻ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും, ലോകത്തിൽ എനിക്ക് ശ്രേഷ്ഠത തന്നില്ലെങ്കിലും എനിക്കൊരു തീരുമാനമുണ്ട്. എൻ്റെ പ്രാണൻ പോകുവോളം, എൻ്റെ ജീവൻ തീരുവോളം ഞാൻ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ആത്മാവോടെ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ അറിവ് അതാ ശദ്രക്കും മേശക്കും അബേദ്നെഗോയും പറഞ്ഞത്. സ്തോത്രം. രാജാവേ, ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങളെ രാജാവിൻ്റെ കയ്യിൽ നിന്നും ഈ തീച്ചൂളയിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്ന ദൈവമാണ്. പക്ഷെ ഞങ്ങൾക്ക് വിടുതലല്ല വിഷയം. ഞങ്ങൾക്ക് എന്തല്ല വിഷയം? വിടുതലല്ല വിഷയം. സ്തോത്രം. ആ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? ദൈവം ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. സ്തോത്രം. നമ്മുടെ ആരാധന അതാ. നമ്മൾ പറയും, അയ്യോ, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് കർത്താവേ എൻ്റെ ഇന്ന വിഷയം, നമ്മൾ ദൈവത്തോടുള്ള ഉടമ്പടിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇന്നതിങ്ങനെ നടത്തി തന്നാൽ, അത് അങ്ങനെ നടത്തി തന്നാൽ, ഇതിങ്ങനെ ചെയ്ത് തന്നാൽ ഞാൻ എന്ത് ചെയ്തേക്കാം? ഐ വിൽ ഡു സംതിങ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണം നമ്മളെ എന്തെങ്കിലും. ദൈവം തന്നതല്ലാതെ വല്ലതും ഉണ്ടോ നമുക്ക്? ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ആരോഗ്യം ദൈവം തന്നതാന്നേ, ആയുസ് ദൈവം തന്നതാന്നേ, സൗന്ദര്യം ദൈവം തന്നതാന്നേ, ബുദ്ധി ദൈവം തന്നതാന്നേ. എന്ത് ചെയ്യുക? നാം ഒരു കാര്യം ഓർക്കണം. ഓരോ ആളുകളൊക്കെ, നിങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ പല സമയത്ത് ഓർക്കണം. പല ആളുകൾ പലയിടത്തൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്, ദൈവമേ എത്രത്തോളം ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സമ്പന്നരായിരിക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസത്തിൽ, ഞാൻ ഒരു സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ വേലൂരിലെ ബന്ധത്തിൽ ഇങ്ങനെ ചെല്ലുക. അവിടെ ചെന്ന സമയത്ത് ആ പല്ലേലൊക്കെ കറ പിടിച്ച്, ആ മുടിയൊക്കെ പറ്റ വെട്ടി, ഒരുമാതിരി ആ വേഷം ആകെ മുഷിഞ്ഞ് നാറി, മണം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വയർപ്പിൻ്റെ മണമൊക്കെ എടുക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറേ ഒരു 10 രൂപ തരാമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് 10 രൂപ? ഞാൻ സാധാരണ കാശ് എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, അതിനെന്ത് ചെയ്യണം? ആഹാരം മേടിക്കാൻ വേണ്ടിയിട്ട്, ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, വാ എൻ്റെ കൂടത്തി വാ. ഞാൻ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തെ കൊണ്ടുപോയി. ഞാൻ കഴിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യന്, ആ ഹോട്ടലുകാരനോട് പറഞ്ഞു, ഈ മനുഷ്യന് ആവശ്യമുള്ള ആഹാരം, അവൻ ചോദിക്കുന്നത് എന്തോ അത് എന്ത് ചെയ്യും, ഇഷ്ടമുള്ള ആഹാരം എന്ത് ചെയ്തു, കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പോകാൻ നേരം അവന് വൈകിട്ട് കഴിക്കാൻ, ഉച്ചക്കത്തെ ഉച്ചയ്ക്ക് വൈകിട്ട് കഴിക്കാൻ എന്ത് ചെയ്യണം, ഒരു പാഴ്സലൂടെ എന്ത് ചെയ്തേരെ, കൊടുത്തേരെ, ഞാൻ പേ ചെയ്തേക്കാന്ന് പറഞ്ഞു. അതൊക്കെ പുള്ളി സമ്മതിച്ചു. ആ ഹോട്ടലുകാരൻ കഴിഞ്ഞു, എല്ലാം കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന പാസ്റ്റർക്ക് അറിയത്തില്ല ആ പോയ ആളെയില്ലേ? ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചൊരു ഭിക്ഷക്കാരനല്ലേ? എന്നാലും എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഭിക്ഷക്കാരനെന്നൊന്നും അവനെക്കുറിച്ച് പറയരുത്. ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനാവൻ. സ്തോത്രം. അവൻ്റെ ഭൂമി എത്രയുണ്ടെന്ന് അവൻ അറിയില്ല. ആ ടൗണിൻ്റെ നടുക്ക് കാണുന്ന ആ ബിൽഡിങ്ങുകളെല്ലാം അവൻ്റെ സ്വന്തമാണ്. ആ വീട് ഞാൻ അതിശയിച്ചു പോയി. പക്ഷേ എന്ത് ചെയ്യാനാ പാസ്റ്ററെ? അനുഭവിപ്പാൻ യോഗമില്ലാതെ പോയി. തലയ്ക്ക് സ്ഥിരതയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവൻ. സ്തോത്രം. കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ഞാൻ ആ മനുഷ്യനെ ഇഴ്ത്തിപ്പറയുകയല്ല. ദൈവത്തിൻ്റെ പൈതൽ എന്തെല്ലാം ഉണ്ടായിട്ടും അനുഭവിപ്പാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയുടെ നടുവിൽ ഇന്ന് പകൽ കർത്താവിനെ ആരാധിക്കാൻ കഴിയുന്ന ഒരാത്മിക അനുഭവത്തിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ട് ആ കർത്താവിനോട് പറയണം, എനിക്കെൻ്റെ വിഷയം രോഗം മാറുന്നതല്ല, എനിക്കെൻ്റെ വിഷയം കടം തീരുന്നതല്ല, എനിക്കെൻ്റെ വിഷയം കാറ് വാങ്ങുന്നതല്ല, എനിക്കെൻ്റെ വിഷയം എന്നെ മാനിച്ച് ഉയർത്തുന്നതല്ല, എനിക്കെൻ്റെ വിഷയം എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും, എനിക്കെന്തെല്ലാം ഈ ലോകത്തിൽ
ഇല്ല എന്ന് വരികിലും എൻ്റെ യേശുവിനെ എനിക്ക് നഷ്ടപ്പെടാൻ ഇടവരുത്തരുത്. എൻ്റെ രക്ഷ എനിക്ക് നഷ്ടമാകാൻ ഇടവരരുത്. എൻ്റെ നിത്യത എനിക്ക് നഷ്ടപ്പെടാൻ ഇടവരരുത്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, ഞാൻ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറിയാൽ, കാഹളത്തിൻ്റെ നാദം മുഴങ്ങുമ്പോൾ എൻ്റെ ശരീരം ഉയർക്കപ്പെടാതെ പോകരുത്. എന്നെ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടാതിരിക്കരുത്. ഞാൻ അതിനു വേണ്ടി വാഞ്ചിക്കുന്നു, ഞാൻ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു, ഞാൻ അതിനു വേണ്ടി പ്രത്യാശിക്കുന്നു എന്ന് നമുക്ക് ഇന്ന് പകൽ പറയുവാൻ കഴിയണം. പ്രിയമുള്ള ദൈവമക്കളെ, നാം എന്തൊക്കെ നേടിയാലും എൻ്റെ നാട്ടിലാ കഴിഞ്ഞ ദിവസം ഒരാൾ ആത്മഹത്യ ചെയ്തത്. പേപ്പറിൽ വിപുലമായി കിടക്കുക. ലക്ഷക്കണക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിരുന്ന പൈസ മുഴുവൻ എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് ആവശ്യം വന്നപ്പോൾ ചോദിച്ചപ്പോൾ കിട്ടിയില്ല. കണ്ട പ്രതിവിധി നമ്മുടെ ബന്ധക്കുസാർ പിന്നെ ഒത്തിരി പേര് പോപ്പുലറിനെ എന്ത് ചെയ്തായിരുന്നു? സഹായിച്ചായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പോപ്പുലർകാർക്ക് കാശില്ലെന്ന് ഓർത്തുകൊണ്ട് കുറച്ച് പേര് എന്ത് ചെയ്തു? കൊടുത്തു. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക? മനസ്സിലായില്ലോ? ഇത്ര 3000 കോടി എങ്ങാണ്ട എന്ത് ചെയ്തേ? കൊണ്ടുപോയത്. നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായിരിക്കുന്ന അതിൻ്റെ അകത്ത് ഈ ലോകത്തിലെല്ലാം നേടിയിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലോ? കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നല്ലതുപോലെ വിളഞ്ഞു, പുതുക്കി പണിതു, കുഴപ്പമൊന്നുമില്ല, തിന്നുക കുടിക്കുക, ആനന്ദിക്കാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് രാത്രിയിൽ നീ മരിച്ചാൽ ഈ ലോകത്തിലെല്ലാം നേടിയിട്ടും യേശുവിൻ്റെ അടുക്കൽ പോകാൻ പറ്റിയില്ലെങ്കിൽ കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഒന്നുമില്ലാത്തവനായി സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതാ ഏറ്റവും വലുത്. പ്രാർത്ഥനയുടെ മറുപടി എല്ലാം കിട്ടണമെന്നില്ല, എല്ലാം അനുഗ്രഹവും ലോകത്തിൽ ലഭിക്കണമെന്നില്ല. ധനവാന്റെ പടിവാതിക്കൽ കിടക്കുന്ന ലാസറിൻ്റെ ദീനമോ വ്രണമോ ദാരിദ്ര്യമോ ഒരിക്കലും മാറിയില്ല. മാറിയോ? മാറിയെന്ന് ബൈബിൾ പറയുന്നില്ല. ആഗ്രഹം കാണാതിരിക്കുമോ? പ്രാർത്ഥിക്കാതിരിക്കുമോ? ധനവാന്റെ വീട്ടിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കിൽ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്ക് കഴിച്ച് ഭക്ഷിക്കുന്നവൻ, നായ്ക്കൾ വ്രണം നക്കുന്നവൻ, വീടിൻ്റെ വാതിക്കൽ കിടക്കുന്നവന് ഒരിക്കലെങ്കിലും ആഗ്രഹമില്ലാതിരിക്കുമോ തൻ്റെ വ്രണമൊന്ന് മാറണമെന്നും വേദന മാറണമെന്നും? പക്ഷെ മാറിയില്ല. ലാസറിന് വ്രണം മാറിയില്ലെങ്കിലും ധനവാന്റെ വീട്ടിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളാണ് ഭക്ഷിക്കുന്നതെങ്കിലും, നായ്ക്കളാണ് അവൻ്റെ സ്നേഹിതരെങ്കിലും ഭക്തിക്കൊരു കുറവും ഉണ്ടായില്ല. ദൈവത്തെ തള്ളി പറഞ്ഞില്ല. തൻ്റെ വിധി ഇതാണെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തോട് പെറുപെറുത്തില്ല. ജീവിതത്തിൻ്റെ അവസാനം വരെയും അവൻ്റെ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് പറന്നകലുന്ന സമയം വരെയും ഭക്തിയോടെ ദൈവസന്നിധാനത്തിങ്കിൽ നിന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിപ്പാൻ അവനറിയാം. ഈ കാലഘട്ടം കേവലം ചെറിയൊരു കാലഘട്ടമാണ്, അല്പകാലം മാത്രമാണ് ഈ ഭൂമിയിലെ വാസം. ഇത് കഴിഞ്ഞാൽ ഒരനശ്വരമായിരിക്കുന്ന ഒരു വാസം, ഒരു നിത്യതയുണ്ട്. അതിൻ്റെ സമയദൈർഘ്യം അറിയത്തില്ല. അവിടെ എനിക്ക് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ആനന്ദിപ്പാൻ കഴിയുന്ന തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടെ എൻ്റെ കർത്താവിനെ കാണുവാൻ കഴിയുന്ന അനുഭവം എനിക്കുണ്ടാകപ്പെടുമ്പോൾ ആ ഒരു അനുഭവമാണ് എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാൽ ഞാൻ എൻ്റെ കർത്താവിനെ നഷ്ടപ്പെടുത്തത്തില്ല. എനിക്ക് എൻ്റെ കർത്താവിനെ വേണം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത് മണ്ണെ പ്രതി, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. അതല്ലേ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള അറിവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പറയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്ന ഒന്ന്, അവൻ നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓർപ്പിച്ചപ്പോൾ ഇപ്പുറം പറഞ്ഞു, അത് വ്യക്തിഗതമാണ് അല്ലേ? ഒന്ന്, നമ്മളെക്കുറിച്ചുള്ള അറിവ് വ്യക്തിപരമാണ്. വ്യക്തിപരമായി ദൈവം എന്ത് ചെയ്യാം? ദൈവത്തിന് അറിയാമോ? നിങ്ങളെ
നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? വ്യക്തിപരമായി ദൈവം നിങ്ങളെ അറിയാം, പേരറിയാം, എല്ലാവരും. ഞാനത് കുറച്ച് അല്പം വിശദീകരിച്ചു. വചനം ഒരുപാട് തെളിവുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2, ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അടുപ്പമുള്ള അറിവാണ്. ഏറ്റവും ആ അറിവ് അടുപ്പമുള്ളതാണ്, ഇൻറ്റിമസിയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉറക്കം വരുന്നുണ്ടോ ആർക്കിലും? ആ അറിവ് ഏറ്റവും അടുപ്പമുള്ളതാണ്. നമുക്കറിയാവുന്ന ഏറ്റവും അടുപ്പമുള്ള അറിവ് ആരെയാ? ദൈവത്തെ എന്നൊന്നും പറഞ്ഞ ആളല്ലേ? ഹലോ, ഭർത്താവിനെയും ഭാര്യയും മക്കളെയും അപ്പനെയും അമ്മയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അല്ലേ ഏറ്റവും അറിവുള്ളത്. എവിടെ വെച്ച് കണ്ടാലും എന്തു ചെയ്യും? അവരെ അറിയും. ഇനി അവരെ കണ്ടില്ലെങ്കിലും അവരുടെ ശബ്ദം കേട്ടാൽ നമ്മൾ എന്തു ചെയ്യും? അറിയും. ഈ നമ്മുടെ ഡയഫ്രം, ഈ ചെവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇതിൻ്റെ അകത്ത് ഒരു സാധനമുണ്ട്, ചെവിക്കൽ എന്നൊക്കെ പറയും, ഡയഫ്രം എന്ന് പറയും. ആ ഡയഫ്രത്തിന് സയൻസ് പറയുന്ന 15,000 ശബ്ദം വരെ എന്തു ചെയ്യാം? തിരിച്ചറിയാം. മനസ്സിലായോ? അപ്പോൾ ഈ ആളുകളിങ്ങനെ ഫോൺ വിളിക്കുമ്പോഴേ, ഇപ്പം ഞാൻ ഫോൺ എടുക്കുമ്പോഴേ എനിക്ക് പരിചയമുള്ള സൗണ്ടാണെങ്കിൽ അവർ ചോദിക്കും, അറിയാവുന്ന വെച്ചാൽ ആ ശബ്ദത്തിൽ നിന്ന് എന്ത് ചെയ്യാം? ഞാൻ സഭയിൽ പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം അത് ആരാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാം. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അറിവെന്ന് പറയുന്നത്, അത് എന്തുകൊണ്ടത് അങ്ങനെ അറിയുന്നേ? ഹലോ, ഇപ്പം നിങ്ങളുടെ സൗണ്ട് കേട്ടാൽ എനിക്കറിയത്തില്ല, അറിയാവോ? പക്ഷെ കുറേ പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അതെനിക്ക് തിരിച്ചറിയാൻ പറ്റും. അത് അറിവുണ്ടാകുന്നത് എങ്ങനെയാണ്? അടുപ്പം കൂടുമ്പോഴാണ് അറിവ് എന്ത് ചെയ്യുന്നത്? വർദ്ധിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ നോക്കി പറയുകയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയുടെ അറിവാണ്, വ്യക്തിയെക്കുറിച്ചുള്ള അറിവാണ്. നമുക്ക് ആത്മാർത്ഥ സ്നേഹിതരുണ്ടെങ്കിൽ ആ ആത്മാർത്ഥ സ്നേഹിതരോട് നമ്മൾ നമ്മളുടെ ഹൃദയ രഹസ്യം എന്ത് ചെയ്യും? പറയും. ഇല്ലേ? പറയും. എല്ലാമൊന്നും പറഞ്ഞില്ലെങ്കിലും നല്ലൊരു ശതമാനം എന്ത് ചെയ്യും? പറയും. ഞാനത് വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ വചനം പറയുമ്പോൾ യഹോവയായ ദൈവം തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വെളിപ്പെടുത്താത്ത ഒരു രഹസ്യമില്ലെന്നാണ്. സോദോമും ഗോമോറയും നശിപ്പിക്കപ്പെടുന്നതിന് മുന്നമേ ദൈവം ആബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് അത് ദൈവം അറിയിച്ചു. അപ്പം ദൈവത്തിൻ്റെ അറിവിൽ അതിനെ ആണ് നമ്മൾ വായിച്ച ഭാഗത്തിൽ പറഞ്ഞു, ഒരു ചെറിയ കുരുവി വീഴുന്നത് ദൈവത്തിനറിയാം. എത്ര കുരുവി ഇന്ന് താഴെ വീണു? നിങ്ങൾ വന്ന വഴിക്ക് കണ്ടായിരുന്നോ? വേണ്ട. ഇന്ന് നിങ്ങളുടെ രാവിലെ തലമുടി ചീപ്പെടുത്ത് ചീകി കഴിഞ്ഞപ്പം എത്ര തലമുടി കൊഴിഞ്ഞു? സ്തോത്രം അല്ലേ? നിങ്ങൾക്ക് എണ്ണി നോക്കിയോ? സഹോദരിമാരെ ചീകി കഴിയുമ്പം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, അത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഊരി എടുത്തിട്ട് ചുരുട്ടി വേസ്റ്റ് ബിന്നിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യും? എൻ്റെ ഭാര്യയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അത് എണ്ണി നോക്കുമോ? നിങ്ങളുടെ തലയിൽ എത്ര രോമമുണ്ട്? എന്തേലും ഒരു കണക്ക് പറയുന്നേ, അറിയില്ല. അപ്പൊ നമ്മുടെ അറിവ് എത്ര കുറവാ. പക്ഷെ ദൈവം പറയുക, നിങ്ങളുടെ എല്ലാ, ദൈവം അത് പറയുന്നത് അത് ക്വീൻ അറ്റൻഷന്റെ കാര്യമാണ്. മനസ്സിലാവുന്നോ? ദൈവത്തിൻ്റെ ഏറ്റവും അടുപ്പമേറിയ
ഏറ്റവും ശ്രദ്ധാലുവായിരിക്കുന്നു എന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. ഏറ്റവും ശ്രദ്ധാലുവായിരിക്കുന്നു ദൈവം. ആര് ശ്രദ്ധിക്കുന്നതിനെക്കാട്ടിലും, ആര് നിങ്ങളെ ശ്രദ്ധിക്കുന്നു? ദൈവം ശ്രദ്ധിക്കുന്നു. ലോകത്തിലെ സെലിബ്രിറ്റികളായിട്ടുള്ള താരങ്ങൾക്കൊക്കെ പേഴ്സണൽ ബോഡി ഗാർഡ്സ് ഉണ്ട്. രാഷ്ട്ര നേതാക്കന്മാർക്ക് ബോഡി ഗാർഡുകളുണ്ട്. അവർ കണ്ണുപോലും എന്ത് ചെയ്യത്തില്ല, ചിമ്മത്തില്ല. ഫുട്ബോൾ മാച്ചുകളൊക്കെ നടക്കുമ്പോൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട ഇത് നടക്കുമ്പോൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ ഗാർഡ്സ്, അവർ കളിയല്ല കാണുന്നത്, ഓഡിയൻസിനെയാ നോക്കുന്നത്. ഇവിടെ എത്ര ഗോൾ അടിച്ച് എന്തൊക്കെ ആളൊക്കെ ഇളകി മറിഞ്ഞാലും അവിടെ നിൽക്കുന്ന ആ ബോഡി ഗാർഡുകൾ എന്ത് ചെയ്യത്തില്ല, അവർ തിരിഞ്ഞു നോക്കത്തില്ല. അവർ ആളുകളെ നോക്കിക്കൊണ്ടിരിക്കും. അതാ പ്രത്യേകത. അവർ പോകുമ്പോൾ ഈ നിങ്ങൾ ഓർക്കണം, രാഷ്ട്ര തലവന്മാർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഗിസർ കാറ്റഗറി, വൈ കാറ്റഗറി എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. ആ സുരക്ഷയുടെ വലയത്തെയാണത് പറയുന്നത്. അതിലേറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവർ കറുത്ത ഗ്ലാസ് ധരിച്ചിരിക്കുന്ന, അവരുടെ കണ്ണ് എവിടെയാണെന്ന് എന്തില്ല, അറിയത്തില്ല. കാണാതിരിക്കാൻ വേണ്ടിയാ, അവരാരെയും ശ്രദ്ധിക്കുന്ന അറിയാതിരിക്കാൻ വേണ്ടിയാ. ഈ കാത്തു സൂക്ഷിക്കുന്ന, നോക്കുന്ന ആളുടെ ദേഹത്ത് ഒരു തുവാല പോലും വീഴാൻ അവരെന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. അതിനിപ്പുറം അതിനെ എന്ത് ചെയ്യും, ഒരാളെ അടുപ്പിക്കത്തില്ല. ഒരു വ്യക്തി അതിനടുക്കലേക്ക് എന്ത് ചെയ്തില്ല, ചെല്ലാൻ കഴിയില്ല. ഒരു ഓട്ടോഗ്രാഫിനോ എന്തിനെങ്കിലും ഓടിച്ചെന്നാൽ അവരെ തടയും. അതേ അളവിൽ നിന്നുകൊണ്ട് സ്വർഗം പറയുന്നത്, നിങ്ങൾ പോകുന്ന എല്ലാ വഴികളിലും എന്റെ കാവൽ നിങ്ങളുടെ കൂടെയുണ്ട്, എന്റെ കണ്ണ് നിങ്ങളുടെ കൂടെയുണ്ട്, എന്റെ ശ്രദ്ധ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ഒരു വലയമായി, നിങ്ങളെ ഒരു കാവലായി, ദൂതസഞ്ചയത്തെ കാവലാക്കി നൽകി തന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാ. നിങ്ങളെ കുറിച്ചുള്ള എന്റെ അറിവ് എന്ന് പറയുന്നത് വ്യക്തിപരമായ അറിവാണ്. അതാർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പം നമ്മൾ പോകുന്ന എല്ലാ വഴിയിലും എന്ത് ചെയ്യുക? അതല്ലേ സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അല്ലേ? നിന്റെ കാൽ കല്ലിൽ. സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ കരയാതെ, നിങ്ങൾ ഭാരപ്പെടാതെ, നിങ്ങളൊന്ന് ആത്മാവിൽ ആനന്ദിക്കുക, നിങ്ങളൊന്ന് ആത്മാവിൽ ആരാധിക്കുക. കാരണം ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയ സമയത്ത് ഇവിടെ എത്തുന്നത് വരെ അനർത്ഥങ്ങൾ പലതും എൻ്റെ തലയ്ക്ക് മീതെ കടന്നുപോയി, ഭാരങ്ങൾ പലതും എൻ്റെ മീതെ കടന്നുപോയി. ദേശത്തിൻ്റെ ആധിപത്യങ്ങൾ, അന്ധകാര വ്യാപാര ശക്തികൾ എനിക്ക് വിരോധമായി മന്ത്രിച്ചുകൊണ്ട് എനിക്ക് നേരെ വെല്ലുവിളിച്ചു. എൻ്റെ തലമുറയെ തകർക്കുമെന്നും എന്നെ ഇല്ലാതെയാക്കുമെന്നും എൻ്റെ സമാധാനത്തെ കെടുക്കും, എന്റെ ശരീരത്തെ ഇല്ലാതെയാക്കുമെന്ന്, എന്നെ കിടക്കമേൽ കിടത്തിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വാദികതകൾ എനിക്ക് വിരോധമായി ഉയർത്തിയപ്പോൾ ദൈവം എന്നെ കുറിച്ച് അറിഞ്ഞ് അതിനെ മനസ്സിലാക്കി സ്വർഗത്തിലെ അന്ധകാര ശക്തികളോട് പടപൊരുതുവാൻ ദൈവം ഊരിപ്പിടിച്ച വാളുമായി സ്വർഗീയ ദൂതന്മാരെ എനിക്ക് വേണ്ടി ഇറക്കി നിർത്തി. അന്ധകാര ശക്തികളെ വെട്ടിമാറ്റി, പൈശാചിക തോരികളെ ദൈവം എനിക്ക് വേണ്ടി വെട്ടിമാറ്റി. എന്നെ സഹായിച്ച, എന്നെ ശക്തീകരിച്ച, എന്നെ സംരക്ഷിച്ച ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഞാൻ ഇവിടെ അനുഭവിക്കുമ്പോൾ, ആ ദൈവം എന്നെ അറിയുന്നത് കൊണ്ട്, ആ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ നന്ദി അർപ്പിക്കുന്നു. സ്തോത്രം. ഹാമാൻ കഴിമരം ഒരുക്കുമെന്ന് ദൈവത്തിന് അറിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ വസ്തിയെ നീക്കി എസ്തറിനെ ദൈവം എന്ത് ചെയ്തേ? അറിവാ. സ്തോത്രം. ഇടയ്ക്ക് അതുകൊണ്ട് പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പം പറയും, കർത്താവ് എന്നെ അറിയുന്നില്ല. എനിക്കും എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു പ്രാവശ്യം ഞാൻ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും എന്ത് ചെയ്യുന്നില്ല.
ആ വിഷയം മാറിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വെളിപ്പാടെന്ന് പറയുന്നത്, അത് മാറേണ്ടതിന് 3 വട്ടം പൗലോസ് പ്രാർത്ഥിച്ചു. അപ്പം കേൾക്കാത്ത അതിനകത്ത് ഞാനൊരു ലേഖനം എഴുതുന്നത്, കേൾക്കാത്ത പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം എന്ത് ചെയ്യത്തില്ല, കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുക, മറുപടി കിട്ടുന്നില്ലല്ലോ. ഞാനിങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു കോണിൽ എന്ത് ചെയ്യുക, പോയിരിക്കുക. ഇരിക്കുന്ന സമയത്ത് ഒരു അഭിഷിക്തൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മകനെ, ഞാൻ പ്രാർത്ഥിച്ച വിഷയം പറഞ്ഞിട്ട് പറഞ്ഞു, ഈ പ്രാർത്ഥനയുടെ വിഷയം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനന്ന് ആത്മാവിലായതിനും എൻ്റെ കണ്ണ് നിറഞ്ഞതിനും കൈ കണക്കുമില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇത്രയും ദിവസം എൻ്റെ ചിന്ത എന്തായിരുന്നു? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് വിഷയം പറയുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവ്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ അറിവ്, ദൈവം അതിനെ ആഴം, ആ ശ്രദ്ധയുടെ അറ്റൻഷൻ്റെ ഏറ്റവും വലിയ പാരാമ്യത ഇത് പറയാൻ വേണ്ടിയാ കുരുവി നിലത്ത് വീഴുന്നതും തലയിലെ രോമം കൊഴിയുന്നതിനെ കുറിച്ചും ഒക്കെ കർത്താവ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ചില പ്രയാസപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളോട് ഞാൻ ആരുടെയും തലയിൽ കൈവച്ച് പറയുന്നില്ല, പക്ഷെ പറയുന്ന ദൂത് ആരുടാണെന്ന് വ്യക്തമായ അറിവും എനിക്കുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ചില വിഷയത്തിൻ്റെ മേൽ വളരെ ഭാരപ്പെടുകയും വളരെ പ്രയാസപ്പെടുകയും ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ചില മണ്ഡലങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. ദൈവം ചിലതിന് മേൽ ഇറങ്ങി വരാൻ പോകുക. ദൈവം അതിൻ്റെ മേൽ ചില കണ്ണുനീരിൻ്റെ വിഷയത്തിന് മേൽ ചില കണ്ണുനീരിൻ്റെ മറുപടിയുമായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൽ അർപ്പിക്കുന്നു. നാം ഓർക്കണം, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകും. 3-ാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ വാക്കിൽ വളരെ വേഗത്തിൽ കടന്നു പോകുക. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക, ആരും ദയവായി ഉറങ്ങല്ലേ. അപ്പം വളരെ ഇതിലേക്ക് വരുമ്പം നാം ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ അറിവിനെ സംബന്ധമായിട്ട് പറയുന്ന സമയത്ത്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവിനെ സംബന്ധമായിട്ടൊക്കെ പറയുന്ന സമയത്ത്, ആ ദൈവത്തിൻ്റെ അറിവ് അനന്തമായ അറിവ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ അറിവ് അനന്തമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത നിമിഷം എന്താണ് എന്ന് കർത്താവിന് എന്ത് ചെയ്യാം, അറിയാം. എനിക്കറിയാവോ, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സഭയിലെ ഒരു പിതാവ്, കുറച്ച് നേരം ഞാൻ അവിടെ 10 വരെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ. രാവിലെ ഒരു ചർച്ചിലെ ഒരു ബന്ധു മരിച്ചു, അവിടെ പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്ന് ഹോസ്പിറ്റലിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം കുറച്ച് നേരം പോയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പച്ചന് ഇങ്ങനെ 89 വയസ്സ്, അടുത്ത് 85 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ പാസ്റ്ററെ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു കുറച്ച് നേരം. ഇന്നലെ വൈകിട്ടുമില്ല, ഞാൻ അവിടെ ആയിരുന്നു. ഇത് കഴിഞ്ഞ് വേറെ ചർച്ചിൽ തന്നെ വേറൊരു 3 പേരുടെ മരണമാണ് ഇപ്പോൾ അടുത്തുണ്ടായത്, ചർച്ചിലേ അല്ല. അപ്പം അവിടെ പോയിരിക്കുക. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഒന്നും എന്ത് ചെയ്യല്ലേ, സംഭവിക്കല്ലേ. കാരണം ഇച്ചിരി ആയുസൊക്കെ എന്ത് ചെയ്യണം. അപ്പച്ചൻ്റെ വലിയ ആഗ്രഹമുണ്ട്. അപ്പച്ചൻ്റെ മോൻ ഓസ്ട്രേലിയയില, മോനെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം എന്തുകൊണ്ട്. അത് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് എൻ്റെ മോനെ ഒന്ന് എന്ത് ചെയ്യണം, കാണണം. ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചേ, ആയുസിനെ എന്ത് ചെയ്യണം. ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്, നമുക്കറിയത്തില്ല. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് അറിയാവോ? അറിയത്തില്ല. നമ്മൾ ഒരു കാര്യത്തിലൂടെ കടന്നു പോകപ്പെടുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് എന്ത് ചെയ്യത്തില്ല, നമുക്കറിയത്തില്ല. ഒരുപാട് ഉദാഹരണം എൻ്റെ മുമ്പിലുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞു പോകുന്നില്ല. വചനത്തിനകത്ത് നമുക്ക് ഒത്തിരി കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ പോകുന്ന ഇടത്ത് ദൈവമുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുന്നമേ കർത്താവ് നമ്മളെ കണ്ടു. ദൈവത്തിന് ഇപ്പോൾ വർത്തമാനത്തിലെ കാര്യങ്ങളെ അറിയുന്നു. അടുത്തൊരു ഭാഗം പറഞ്ഞാൽ അടുത്ത നിമിഷം എന്താകുമെന്ന് എന്ത് ചെയ്യുന്നു, ദൈവം അറിയുന്നുണ്ട്. അതറിയുന്നത് കൊണ്ടാ ആ ദൈവം അതിനു വേണ്ടിയുള്ളത്
നമ്മുടെ മുൻപിൽ എന്ത് ചെയ്യുന്നത്? ദൈവം ഒരുക്കുന്നത്. ക്ഷാമമുണ്ടാകും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അത് ക്ഷാമം ആരുടെ ഫലമാണ്? ദൈവത്തിൻ്റെ ഭാഗമാണ്. ദാനിയേൽ സിംഹക്കുഴിയിൽ ഇടുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം സിംഹത്തിൻ്റെ വായ എന്ത് ചെയ്തു? അടച്ചു. ശിഷ്യഗണങ്ങളെ പറഞ്ഞ് അക്കരയ്ക്ക് വിടുമ്പോൾ കടലിൽ വലിയ കാറ്റും കോളും ഉണ്ടാകും എന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ മലയിൽ കയറി പ്രാർത്ഥിച്ചു തുടങ്ങിയത്. ശിഷ്യന്മാരുടെ ചിന്ത, ഒന്നാം യാമം കഴിഞ്ഞു, രണ്ടാം യാമം കഴിഞ്ഞു, മൂന്നാം യാമവും കഴിഞ്ഞു. പ്രഭാതത്തിൻ്റെ നാലാം യാമത്തിലേക്കെത്തി. ആ നാലാം യാമത്തിൽ അവർ നോക്കുമ്പോൾ തിരകൾക്കിടയിലൂടെ, കാറ്റുകൾക്കിടയിലൂടെ ഒരു വെളുത്ത രൂപം നടന്നു വരുന്നതാ കാണുന്നത്. ഒന്നുകൂടെ നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന പ്രതീക്ഷ. കാരണം യഹൂദ ചിന്തയുണ്ട്, അങ്ങനെ ഒരു ഭൂതം വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്നാൽ പിന്നെ കര എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അപ്പോഴാ പേടിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? നിലവിളിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാനാ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന്, അടുത്ത നിമിഷം നമ്മൾക്ക് എന്തുണ്ടാകുന്നു എന്ന് നമുക്കറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് അതിനെക്കുറിച്ചുള്ള മുന്നറിവുണ്ട്. ആ ദൈവത്തിൻ്റെ അറിവും ആ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നമ്മൾ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറായി മാറുന്നു എന്ന് വരികിൽ സ്തോത്രം, അവൻ എല്ലായിടത്തുമുണ്ട്. ആ ദൈവം അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള അറിവ് പെട്ടെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നത്. ഒത്തിരി നേരമായി ബൈബിൾ വായിച്ചിട്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, 46-ന്റെ 10. എന്നെപ്പോലെ ഒരുത്തനുമില്ല, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേഘാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. അപ്പോൾ ആരുടെ കാര്യമാണ് നടക്കുന്നത്? സ്തോത്രം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവിനെ സംബന്ധമായി ദൈവം ഓർപ്പിക്കും പറയും, ആരംഭത്തിൽ തന്നെ എന്ത് ചെയ്തു? അവസാനം. നമ്മളെപ്പോഴാണ് ഈ അതൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഈ ചില പരിപാടിയൊക്കെ കാണുമ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ ലാസ്റ്റ് പറയും, അതെല്ലാം നശിച്ച് കഴിയുമ്പോൾ പറയും, എനിക്ക് അന്നേരമേ അറിയായിരുന്നു, ഹലോ ഇതിങ്ങനെയൊക്കെ വരത്തുള്ളെന്നുള്ളത് എനിക്ക് അന്നേരം എന്ത് ചെയ്യായിരുന്നു, അറിയായിരുന്നു. എന്നാൽ പിന്നെ ആദ്യമേ എന്നാ പറയാഞ്ഞേ? എന്നാൽ പിന്നെ ആദ്യമേ എന്നാ പറയാഞ്ഞേ? പണ്ട് ഒരു കഥയ്ക്കകത്ത്, ഈ ദൃഷ്ടാന്ത കഥകൾ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയ്ക്കകത്ത് ഇങ്ങനെ ഞാൻ വായിച്ചപ്പം ഒരു പണ്ട് വളരെ ഈ പൗരാണിക കാലഘട്ടത്തിലാണ്. അപ്പോൾ പൗരാണിക കാലഘട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രാജാവിന് ആ മക്കളൊന്നും എന്തില്ല, ഇല്ല. അപ്പം ഒരു മകനെ എന്ത് ചെയ്യണം, വേണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമൊക്കെ തോന്നി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജ്ഞി എന്ത് ചെയ്തു? ഗർഭവതിയായി മാറി. അപ്പം ഈ രാജാവിന് ജിജ്ഞാസ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ജ്യോത്സ്യന്മാരെയൊക്കെ എന്ത് ചെയ്തു? പുള്ളി വിളിച്ചു വരുത്തിയിട്ട് അവർ പറയണം, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് എന്ത് ചെയ്യണം, പറയണം. അവർ ഇവർ വന്ന കൊട്ടാരം ജ്യോത്സ്യൻ അതീവ ബുദ്ധിമാനായിരുന്നു. പുള്ളിക്ക് മനസ്സിലായി പെണ്ണാന്ന് പറഞ്ഞാൽ പുള്ളിയുടെ തല എന്ത് ചെയ്യും, പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇനി എന്നതാണേലും ഇത് ഒന്ന് അപ്പം ഇത് കണ്ടാലൊന്നും മനസ്സിലാകത്തുമില്ല, ഇതിനകത്തോട്ട് തെളിയത്തുമില്ല. കാരണം അത് കാത്തട്ടിപ്പ് മുക്കാ വെട്ടിപ്പോവാ. ഞാനതിലേക്ക് എൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, ലൈവ് ഉണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം,
അപ്പോൾ ഇങ്ങനെ പറഞ്ഞ പുള്ളി കുറച്ച് നേരം എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഏതാണ്ടൊക്കെ കാണിച്ചെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, രാജാവേ ദീർഘായുഷ്മാൻ ഭവ, എല്ലാം പറഞ്ഞു. അങ്ങനെ വേണം രാജാവിനോട് പറയാൻ. അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ആൺകൊച്ച് തന്നെയാണ്. രാജാവ് ഇഷ്ടം പോലെ സമ്മാനമൊക്കെ എന്ത് ചെയ്തു, കൊടുത്തു, വിട്ടു കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് എന്നാ എടുത്തെന്നറിയാമോ? പുള്ളി ആ കൊട്ടാരത്തിലെ ആ വാതിലിൻ്റെ പുറകിൽ എഴുതി വെച്ചു, ഞാൻ പറഞ്ഞത് ആൺകൊച്ചാണെങ്കിൽ ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയായിരിക്കും. ഡേറ്റ് വെച്ചിട്ട് പോയി. ആ പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ വഴിക്ക് പോയി. കുറേ നാൾ കഴിഞ്ഞു, സമയമൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പം കൊച്ചെന്തായിരുന്നു, പെങ്കൊച്ചാണ് ഉണ്ടായി കഴിഞ്ഞപ്പം രാജാവ് പറഞ്ഞു, അവനെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്ത് ചെയ്യുക, അവൻ പറഞ്ഞത് എന്താ, അവൻ പോയി വിളിച്ചോണ്ട് രാജകൊട്ടാരത്തിലേക്ക് ജോത്സ്യനെ എന്ത് ചെയ്തു. അപ്പോൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ എനിക്കറിയായിരുന്നു പെങ്കൊച്ചെ ഉണ്ടാകത്തുള്ളെന്ന്. അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ വാതിലിൻ്റെ പുറകിൽ എന്ത് ചെയ്തേക്കുക, എഴുതി വെച്ചിട്ടാണ് പോയത്. ആൺകൊച്ചല്ല പെങ്കൊച്ചാ ഉണ്ടാകുന്നതിന് അന്നേരം എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടാ പോയെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ എല്ലാം ശ്രദ്ധ ഇങ്ങോട്ട് വന്നില്ലേ, ഉറക്കമൊക്കെ മാറിയില്ലേ? അപ്പോൾ എന്ത് ചെയ്യാം അങ്ങനെ ഈ കാര്യം ഇങ്ങനെയാണ് നമ്മൾ ഇത് പിടിക്കുന്നത്. ഈ ഞങ്ങൾ പറയാറുണ്ട് ഹെർമന്യൂട്ടിക്സിൻ്റെ അത് വ്യാഖ്യാന ശാസ്ത്രത്തിനകത്ത് നിങ്ങളുടെ മനസ്സിനെ പിടിക്കണം. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഈ വചനം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അത് ഈ മുമ്പേ പറഞ്ഞ പോലെ ആദ്യമേ ഞാൻ ഓർപ്പിച്ചതുപോലെ റാഞ്ചൻ പക്ഷികൾ ഇടയ്ക്ക് എന്ത് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയാറുണ്ട്, എന്നെ ദയവ് ചെയ്ത് അങ്ങോട്ട് വിളിക്കരുത്, എനിക്ക് വരാൻ ഒട്ടും സമയം, കാരണം തലം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോയാൽ എൻ്റെ പൊന്നെ പ്രസംഗിക്കാൻ നിൽക്കണോ അതോ അങ്ങോട്ട് ചെല്ലണോ എന്നുള്ള ഒരു എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ നമുക്കറിയത്തില്ല. അപ്പം ഇനി എൻ്റെ അടുത്തോട്ട് പോവാം നിങ്ങൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ദൈവത്തിന് ആദ്യം അറിയാം, അന്തോ അറിയാം. ലോകത്തിൽ ആർക്കും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ലോകത്തിൽ ആർക്കും മനസ്സിലാക്കി, ഞാൻ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രവചനം ഇങ്ങനെയൊക്കെ പറയും, അതൊക്കെ അതിൻ്റെ വഴിക്ക് എന്ത് ചെയ്യും, നടക്കും. പക്ഷേ ഞാൻ എന്തായി തീരണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു മുൻ നിർണയമുണ്ട്. സ്തോത്രം. എന്നെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിനൊരു മുൻ നിർണയമുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ യോക്കിക്കൊണ്ട് പറയും, അവരെ കർത്താവ് ഇന്നതുപോലെ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു, അവർ ഇന്നതുപോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം പറയും, എനിക്ക് നിന്നെക്കാട്ടിലുപരി അവനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറുവാൻ ഞാൻ അവനെ അവന്റെ വഴിയിലൂടെ കൊണ്ടുപോകും. സ്തോത്രം. ദൈവം, നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആ സർവജ്ഞാനം ഏറ്റവും വലിയ പ്രത്യേകതമാണ്. ദൈവത്തിൻ്റെ ആ സർവജ്ഞാനത്താൽ വചനം നിങ്ങൾ പഠിച്ചു നോക്കുക, വചനത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് മനസ്സിലായി ആ AC തണുപ്പിച്ച കൂടുതലാന്ന് തോന്നുന്നു. ഇച്ചിരി മാറിയിരുന്നോ, കുഴപ്പമില്ല, നിർത്തിയോ? അപ്പൊ എന്ത് ചെയ്യാം, ദൈവത്തിൻ്റെ ആ സർവജ്ഞാനം, ആ അടുത്തത് അറിയാൻ ദൈവത്തിന് കഴിയുക. സ്തോത്രം. അറിയാൻ കഴിയുന്ന ആ ദൈവം അടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ദൈവം അതിനൊരു പോക്കുവഴി ഉണ്ടാക്കി വെക്കുക. മനസ്സിലായോ? ദൈവം അതിനൊരു പോക്ക് വഴി എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. ഞാൻ ഇച്ചിരി മുന്നോട്ട് വരിക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ അറിവിൻ്റെ അകത്ത് ഈ മൊർദെഖായി രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ 2 പേർ രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ച വിവരം എന്ത് ചെയ്തു, രാജാവിനെ അറിയിച്ചു. അന്നേരം പ്രതിഫലമൊന്നും എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. കിട്ടിയില്ല. നിങ്ങളത് ശരിക്കും ഒന്ന് വായിച്ചു നോക്കിയാൽ, അന്നേരം പ്രതിഫലം കിട്ടിയാൽ ചിലപ്പോൾ ഒരു പൊൻമോതിരം എന്ത് ചെയ്തേനെ, കിട്ടിയാനെ. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം, ശൂഷൻ രാജധാനിയിൽ വംശഹത്യ നടക്കേണ്ടതിനായി
അമാലിക്കനായ ഹാമാന്റെ നേതൃത്വത്തിൽ രാജകൽപ്പന വിരോധമായി മാറി. രാജമുദ്രയിട്ട ശൂഷൻ പട്ടണം ഇളകുന്ന കൽപ്പന പുറപ്പെടുന്നൊരു ദിവസമുണ്ട്. അന്ന് രാജാവിന് ഉറക്കം നിഷേധിക്കണം. അന്ന് ഉറക്കം നിഷേധിക്കപ്പെടുമ്പോൾ രാജാവ് ദിനവൃത്താന്ത പുസ്തകം വായിക്കണം. ആ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ അകത്ത് മൊർദെഖായി ചെയ്തതിനെ അറിയുവാൻ തുടങ്ങണം. സ്തോത്രം. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം, മൊർദെഖായി ചെയ്തതിനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രവൃത്തി ചെയ്തതിന് രാജാവിന് മൊർദെഖായിക്ക് എന്ത് പ്രതിഫലം കൊടുത്തു? ഒന്നും കൊടുത്തില്ല എന്ന് എന്ത് ചെയ്യുക? പ്രതിഫലത്തെ അല്പസമയത്തേക്ക് അവിടെ മാറ്റി നിർത്തിയത് ഒരു രാജ്യത്തിന്റെ വിടുതലിനായിരുന്നു, ഒരു വംശത്തിന്റെ വിടുതലിനായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിനറിയാൻ കൽപ്പന വിരോധമായി മാറുന്ന, ദേശമെതിരായി മാറുന്ന, തൂക്കുമരം ഉയരുന്ന ഒരു ദിനം ജീവിതത്തിനകത്ത് വരും. അപ്പോൾ അതിനെ ഉപയോഗിക്കുവാൻ ദൈവം ചിലതിനെ ഉപയോഗിച്ചെടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന്റെ മക്കളെ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ചില വിടുതൽ കാണാതെ പോയതിന്റെ പിറകിൽ ദൈവത്തിന്റെ പദ്ധതിയാ. സ്തോത്രം. അതുകൊണ്ടല്ലേ ഹമാനോട് ചോദിച്ചത്, രാജാവ് മാനിപ്പനീക്ഷിക്കുന്ന പുരുഷനെ എങ്ങനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞു. ഞാൻ രണ്ടാമത്തെ എൻ്റെ ഭാഗത്തിലേക്ക് പോകുമ്പം പറയുന്ന ഈ ഭാഗമുണ്ട്, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള അറിവ് വെളിപ്പെടുത്തുന്നത് എന്താണ്? അതിൻ്റെ ഭാഗത്ത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള അറിവ് വെളുത്തുന്നത്, വാട്ട് റിവീൽസ്. വചനം പറയുമ്പോൾ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ അറിയാം. അറിയാവോ? അറിയാം. ആ ഹൃദയത്തെ അറിയുന്ന ദൈവം, നമ്മൾ പറയുന്നൊരു ദൂതുണ്ട്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, സകല ജാഗ്രതയോടും നീ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ പാപത്തിൻ്റെ ഉത്ഭവം എവിടുന്ന? ഈ ഹൃദയത്തിൽ നിന്ന്. ആ പാപത്തിൻ്റെ ഉത്ഭവം ഹൃദയത്തിൻ്റെ അകത്ത് നിന്നാകുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ ബലഹീനതകളെയും ആരറിയുന്നുണ്ട്? ഉണ്ടോ? എല്ലാവരും ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. അത് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ കാര്യവും ദൈവം അറിയുന്നുണ്ട്. എത്ര സമർത്ഥമായിട്ടാ ദാവീദ് ചിലതൊക്കെ ഒളിപ്പിച്ചത് അല്ലേ? എത്ര സമർത്ഥമായിട്ടാ. പക്ഷേ അവളെ രക്ഷിക്കാൻ വേണ്ടി ഊരിയാവിനെ കൊല്ലുക വരെ ചെയ്തു. സ്വർഗം വെറുതെ വിട്ടോ? ദൈവത്തിൻ്റെ മക്കളെ, അനുദപിക്കേണ്ട വിഷയത്തിൻ്റെ മേലെ അനുദപിച്ചിട്ടല്ലാതെ നമ്മെ മുന്നോട്ട് പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസമാണെന്ന് എനിക്കറിയാം. ഞാൻ പ്രസംഗിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ മുമ്പിലാണെന്ന് എനിക്കറിയാം. അനുദപിക്കേണ്ട വിഷയത്തിന് മേൽ അനുദപിച്ചിട്ടല്ലാതെ, നെടുമ്പാട് വീഴേണ്ട വിഷയത്തിന് മേൽ നെടുമ്പാട് വീണിട്ടല്ലാതെ. കാരണം ഞങ്ങളുടെ നാട്ടിൽ നാട്ടുഭാഷ പറയാറുണ്ട്, ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം. അനുദപിക്കേണ്ട വിഷയത്തിന് മേൽ അനുദപിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ന് മുതൽ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട്, ദൈവസന്നിധാനത്തിങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന, നിങ്ങളെ നന്നായി അറിയുന്ന, നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള, നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന, നിങ്ങളെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ കർത്താവ് പറയുന്നു, വലിയ പാപികളാണെന്നോ ഇന്നൊന്നുമല്ല ഞാൻ പറയുന്നതിൻ്റെ കാര്യം. എന്നാൽ ചില വിഷയത്തിന് മേൽ നിസ്സാരമെന്ന് കരുതിക്കൊണ്ട് നമ്മളത് വലിയ കാര്യമാക്കാതെ, ഗണ്യമാക്കാതെ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയി, ആത്മീയതയിൽ നിന്ന് അകന്നു പോകപ്പെടുന്ന ചില അനുഭവങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ചില വിഷയത്തിന് മേൽ കരയേണ്ടതുണ്ട്, ചില വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ചില വിഷയത്തിന് മേൽ ദൈവ സന്നിധാനത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. യോസഫിനെ വിട്ടതിൽ, പൊട്ടക്കടലിൽ ഇട്ടതിൽ, ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിറ്റതിൽ അമ്മാർ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല?
അനുതപിച്ചിട്ടുണ്ടോ? ഇല്ല. അനുതപിച്ചിട്ട് ഇല്ല. പക്ഷേ അനുതപിച്ചു. എപ്പോഴാ? ബെന്യാമിൻ്റെ പാത്രത്തിൻ്റെ വായ്ത്തലയ്ക്കൽ സ്വർണ്ണക്കപ്പ് കണ്ടെത്തിയപ്പം അവരനുതപിച്ചു. അതുവരെ ഈ 10 കൂടെ തോളെ കൈയിട്ട് നടക്കുകയുള്ളൂ. ഞാൻ സാധാരണ പറയാണ്, യൂണിറ്റി നല്ലതാ, പക്ഷെ യൂണിയൻ അത്ര നല്ലതല്ല. ഐക്യത നല്ലതാ, പക്ഷെ ഗ്രൂപ്പ് എന്ത് ചെയ്യല്ലേ? കൊരിന്ത്യ സഭയിലും ഉണ്ടായിരുന്നു. ഇവന്മാര് 10 പേര് ഒന്നിച്ചേ നടക്കുള്ളൂ. നീ എന്തിനാ? പ്രശ്നം എന്തുവാ? പേടിയാ. ആരേലും പോയി അപ്പനോട് ഈ കൂട്ടുകൂടുന്ന കാര്യം ഈ ഗ്രൂപ്പ് കൂടുമ്പോഴേ ഓർത്തോണം, അവർക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ട്. ഇവരൊരിക്കലും അനുതപിച്ചില്ല. പക്ഷേ ഈ ബെന്യാമിനെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞത് അവരുടെ മക്കൾ പകരം ഇരിക്കുമെന്ന് പറഞ്ഞാ കൊണ്ടുപോയത്. ആണോ? അങ്ങനെ. അപ്പം മക്കളെ തൊട്ടപ്പം ബെന്യാമിനെ തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ആരെ തൊടും? ഇവരുടെ മക്കളെ തൊടും. ദൈവത്തിനറിയാം ഏത് ഡോസേജ് വേണമെന്ന്. ദൈവത്തിനറിയാം എവിടെ തൊടണമെന്ന്. ദൈവത്തിനറിയാവുന്ന നമ്മളെ എന്താണെന്നുള്ളത്. ദൈവം എന്ത് ചെയ്തു? അന്നേരം അവര് പറഞ്ഞു, ഇത് നമ്മളുടെ സഹോദരനോട് ചെയ്തതിന്റെ പരിണിത ഫലമാ. അവൻ നമ്മോട് കരഞ്ഞ് അപേക്ഷിച്ചിട്ടും നമ്മൾ അവന്റെ വാക്കെന്ത് ചെയ്തില്ല? അന്ന് കേട്ടില്ല. അവന്റെ പ്രാണവേദന കണ്ടിട്ടും നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് അങ്ങനെ തന്നെ. അവന്റെ പ്രാണവേദന അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്തില്ല? അവനോട് ഇതില്ല. ഇത് നമ്മുടെ സഹോദരന്റെ രക്തമാ. അവിടെ നിന്നുകൊണ്ട് രൂപൻ വിലപിക്കുന്ന വിലാപത്തെ സ്വർഗമേറ്റെടുത്ത് അന്ന് വരെയുള്ള അവസ്ഥകൾക്ക് യാക്കോബിന്റെ ഭവനത്തിൽ ദൈവം ഒരു മാറ്റം വരുത്തി. ദുർഭിക്ഷതയിൽ നിന്ന് സമ്പന്നതയിലേക്കും അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, ചില വിഷയത്തിനുമേൽ ചെറുതെന്ന് നമ്മൾ കരുതുന്നെങ്കിലും ഒരു മാറ്റം വരുത്തിയേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽ ദൈവ സന്നിധാനത്തിങ്കൽ വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ സാഹചര്യത്തെയും ദൈവത്തിന് അറിയാം. നമ്മുടെ സാഹചര്യം ദൈവത്തിനറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കാണ്, എന്താ പ്രാർത്ഥനയ്ക്ക് പോകാഞ്ഞേ? എൻ്റെ സാഹചര്യം എൻ്റെ സാഹചര്യം അതായിരുന്നു. സ്തോത്രം. സാഹചര്യത്തെ ദൈവത്തിന് അറിയാം. തൻ്റെ ഭക്തനാകുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ഞാൻ വളരെ സിമ്പിളായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. തൻ്റെ ഭക്തനാകുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ സംഭവത്തെക്കുറിച്ചും അതൊന്നും ദൈവത്തെ അത്ഭുതപ്പെടുത്തിയില്ല. അത്ഭുതപ്പെടുത്തിയോ? ഇല്ല. നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാ. ഒന്നും ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ എല്ലാ സാഹചര്യത്തെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിനത് അറിയാമെങ്കിൽ അതിനർത്ഥം എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാത്. ഹലോ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസഫിനെ കുറിച്ച് പറയുക, കർത്താവ് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നെന്ന്. പൊത്തിഫേറിന്റെ ഭവനത്തിൽ താമസിക്കുന്ന യോസഫിനെ കുറിച്ച് പറയുക, യഹോവ. ഹലോ, അപ്പൊ സാഹചര്യം അറിയാവോ ദൈവത്തിന്?
ഇന്ന് പകൽ നമ്മൾ എവിടെയാ ഭാരപ്പെടുന്നത്? ഇന്ന് പകൽ നമ്മൾ എവിടെയാ കണ്ണുനീർ ഒഴുക്കുന്നത്? ഇന്ന് പകൽ നമ്മൾ എന്തിനു വേണ്ടിയാ പ്രയാസപ്പെടുന്നത്? എന്റെ സാഹചര്യം അറിയാം, കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. ആ സാഹചര്യം എന്ത് ചെയ്യാ? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് ആ സാഹചര്യം അറിയുന്നില്ലേ? ദാനിയേൽ അറിയുന്നില്ലേ? ആ സാഹചര്യം അറിയുന്നില്ലേ? ശദ്രക്ക് മേശക്കിന്റെ സാഹചര്യം അറിയുന്നില്ലേ? ആ സാഹചര്യം അറിയുന്ന ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സാഹചര്യത്തോടെ പോകാൻ എന്നെ അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാ. ദൈവം അതിന്റെ നടുവിൽ ഉണ്ട്. ദൈവം അതിൻ്റെ നടുവിൽ എന്തുണ്ട്? നമുക്ക് പലപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനോ കാണാനോ അറിയാനോ കഴിയത്തില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിതത്തിനകത്ത് കടന്നു വന്നു വരാം. പക്ഷേ അതിൻ്റെ നടുവിലും ആ ദൈവം നമ്മുടെ അടുക്കിലേക്ക് എന്ത് ചെയ്യും? ഇറങ്ങി വരും. ഞാനത് നമുക്ക് സുപരിചിതമായതുകൊണ്ട് ഇതിൽ എന്തില്ല, ആ ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നു. നാം ഒരു കാര്യം ഓർക്കണം, എന്നും മാത്രമല്ല, നാം ഒരു കാര്യം ഓർക്കുക, ദൈവം വചനം നമ്മെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ചെങ്കടൽ പിളർക്കുമ്പോൾ, ഫറവോന്യ സൈന്യം പിറകെ വരുമ്പോൾ, ചെങ്കടൽ മുമ്പ് ആർത്തലയ്ക്കുമ്പോൾ ദൈവത്തിനറിയാമായിരുന്നു ഈ ചെങ്കടൽ പിളർക്കാൻ പോവുകയാണ് എന്ന്. ലോകത്തിൽ ആർക്കും അതറിഞ്ഞില്ല, മോശയ്ക്ക് അതറിഞ്ഞില്ല. മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്നോട് എന്തിനു നിലവിളിക്കുന്നു? നിന്റെ കയ്യിലിരിക്കുന്ന വടി ഈ ചെങ്കടലിന് നേരെ നീട്ടുക. അപ്പോൾ ദൈവം അതിനെ വിഭാഗിച്ചു. ദൈവത്തിന് അതിനെ അറിയാമായിരുന്നു അത് വിഭാഗിക്കുവാൻ കഴിയുമെന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ മുൻപിലുള്ള പ്രതികൂലതയല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധിയല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ മുൻപിലുള്ള കഷ്ടതയല്ല നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നിങ്ങൾക്ക് നേരിടുവാൻ കഴിയാത്ത, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യത്തെ അല്ല നോക്കേണ്ടത്. നിങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ അറിയുന്നു, ആ ദൈവം എന്നെ വിടുവിപ്പാൻ, ആ ദൈവം എന്നെ ശക്തിക്കാൻ, ആ ദൈവം എന്നെ സഹായിപ്പാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ പാദപീഠത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടല്ലേ ബാലകന്മാർ സംരക്ഷിച്ചത്. രേഖവിരോധമായി എഴുതിയത് ദാനിയേലിന് വിഷയമൊന്നുമല്ല. അവൻ ചെയ്തു വരുന്നത് പോലെ പ്രാണൻ പോയാൽ പോകട്ടെ എന്ന് ഓർത്തുകൊണ്ട് ദൈവസന്നിധാനത്തിൽ പോയിരുന്നു അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ അറിയത്തില്ല സിംഹത്തെ തൻ്റെ വായ തനിക്ക് വേണ്ടി അഴയ്ക്കുമോ എന്ന്. അവൻ അറിയത്തില്ല സിംഹത്തിന്റെ ഗുഹയിൽ തനിക്ക് തിരികെ വരവ് ഉണ്ടായിരിക്കുമോ എന്ന്. പക്ഷേ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ദൈവത്തിനറിയാം. അവൻ സിംഹത്തിന്റെ ഗുഹയിൽ പോയാലും സിംഹം ഒരു ദോഷം തട്ടാതെ വണ്ണം ഞാൻ സിംഹത്തിന്റെ വായയെ അടച്ച് അവനെ തിരികെ കൊണ്ടുവരും. കാരണം ഞാൻ ദൈവമാ. എന്നെ സേവിക്കാൻ ഇറങ്ങിയ, എന്നെ ആരാധിക്കാൻ ഇറങ്ങിയ, എന്നോട് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ, എനിക്ക് വേണ്ടി നിന്നതിനെ ലജ്ജിതനാക്കി തീർക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് ആളുകൾ തിരിച്ചറിയേണ്ടതിന്, ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടതിന് ദൈവത്തിന് അവനെ വിടുവിച്ചാൽ മതിയാകത്തുള്ളൂ. ഓ ജഡാരബലബ ശാന്തന അല്ലേ? ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് സിംഹം ഭക്ഷിച്ചിരുന്നെങ്കിലോ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ തീ വിഴുങ്ങിയിരുന്നെങ്കിലോ, സർവശക്തനായ ഒരു ദൈവം ഉണ്ടെന്ന് രാജാവ് അറിയില്ലായിരുന്നു, പ്രഭുക്കന്മാർ അറിയില്ലായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ഒരു സാക്ഷ്യത്തിനായി നിന്നെ നോക്കുന്ന ആളുകളുടെ മുൻപിൽ, നിന്നെ ലജ്ജിപ്പിക്കുന്ന ആളുകളുടെ മുമ്പിൽ, നിന്നെ പരിഹസിക്കുന്ന ആളുകളുടെ മുൻപിൽ, നിന്നെ വിടക്കുന്നിടുന്ന ആളുകളുടെ മുൻപിൽ നിനക്ക് ഒരു സാക്ഷ്യമായി മാറുവാൻ നീ ആരാധിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, ആ ദൈവം ശക്തനാണ്, വിടുവിപ്പാൻ ശക്തനാണ് എന്ന ആളുകളുടെ മുൻപിൽ ദൈവത്തിന് തെളിയിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവ പദ്ധതിയുടെ ഭാഗമായി ചില അനുഭവത്തിലൂടെ കടത്തിവിടും. മനസ്സിലായോ പറഞ്ഞത്? ദൈവത്തിന് നമ്മളെ തെളിയിക്കാൻ ആഗ്രഹിക്കുക. അത് ആഗ്രഹിക്കുമ്പോൾ കഷ്ടതയിലൂടെ പോയാൽ, കണ്ണുനീരിലൂടെ പോയാൽ നമ്മളെ നോക്കുന്ന ആളുകളുടെ മുൻപിൽ ദൈവം പറയും അത് കഴിഞ്ഞ് ദൈവം വിടുവിക്കുക. ആ വിടുതൽ കഴിയുമ്പോൾ ആളുകൾ പറയും അവർക്കൊരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്,
വിടുതൽ അനുഭവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വിടുതൽ ഉണ്ട് എന്ന് ദൈവനാമ മഹത്വത്തിനായി സാക്ഷ്യം പറയാൻ തക്കവണ്ണം അല്പസമയത്തേക്ക് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി എന്നെ ദൈവം എന്ത് ചെയ്തു? കണ്ണുനീരിൽ വിട്ടു. ഞാൻ പതറിയില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആ പ്രതികരണം, ലാസ്റ്റത്തെ ചിന്തകൾ, ദൈവത്തിന്റെ പ്രതികരണം എങ്ങനെയാ ദൈവം നമ്മളെ അറിയുന്നെങ്കിൽ? ഒന്ന്, ഭൂതകാലത്ത് ദൈവം അവരെ നമ്മളോട് എന്ത് ചെയ്തു? ഇടപെട്ടു. നിങ്ങളെ വിടുവിച്ച വിടുതലിനെ നിങ്ങളൊന്ന് ഓർക്കണം. നിങ്ങളെ രക്ഷിച്ച രക്ഷയെ നിങ്ങളൊന്ന് ഓർക്കണം. സ്തോത്രം. എത്രയോ അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. നിങ്ങളുടെ തലയ്ക്ക് മീതെ എത്രയോ അനർത്ഥങ്ങൾ കടന്നുപോയി. മരണം നിങ്ങളുടെ ജീവിതത്തിന് വെല്ലുവിളിച്ചില്ലേ? രോഗശക്തികൾ നിങ്ങളെ തളർത്തുവാൻ തുടങ്ങിയില്ലേ? അന്ധകാരത്തിൻ്റെ വ്യാപാര മണ്ഡലങ്ങൾ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റില്ലേ? ശത്രുക്കൾ നിങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിച്ച് നിന്നില്ലേ? സ്വയം മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ലാത്ത ചില ജീവിത സാഹചര്യത്തിൻ്റെ അകത്തുകൂടെ നിങ്ങൾ കടന്നുപോയില്ലേ? ഇനിയും ഒരിക്കലും ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ എനിക്ക് കഴിയത്തില്ല, ഞാൻ തീർന്നു തകർന്നു എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായില്ലേ? പക്ഷേ അവിടെയൊക്കെ നിന്നത് കഴിവ് കൊണ്ടല്ല, പ്രാപ്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല. സ്വർഗം പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ കുറിച്ച് ഇനി ആവശ്യമുണ്ട്. അതുകൊണ്ട് മകനെ, മകളെ, നിന്നെ വിടുവിപ്പാൻ, നിന്നെ സഹായിപ്പാൻ, നിന്നെ ശക്തീകരിപ്പാൻ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് സ്വർഗം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് എത്ര പ്രയാസകരമായ അനുഭവത്തിന്റെ നടുവിൽ ദൈവം നമ്മെ വിടുവിച്ചു. സ്തോത്രം. ആ ദൈവം വർത്തമാനകാലത്ത് നമ്മളോട് പ്രതികരിക്കുക. സ്തോത്രം. എന്ത് ചെയ്യുക? വർത്തമാനകാലത്ത് ദൈവം നമ്മളോട് പ്രതികരിക്കുക, പ്രവർത്തിക്കുക. സ്തോത്രം. ഇന്നലെ വിടുവിച്ച ദൈവം, എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ആ ഭാഗത്തിനകത്ത് പറയുമ്പോൾ ഓർപ്പിക്കുന്നൊരു വസ്തുത, നാം ഒരു കാര്യം, ഇന്നലകളിൽ നമ്മളെ വിടുവിച്ച ദൈവത്തിന് ഇന്ന് കഴിവ് കുറഞ്ഞു പോയോ? വചനം ചോദിക്കുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയോ? കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയോ? ഇല്ലെന്ന്. ഇന്നും ആ ദൈവത്തിന്റെ ശക്തിക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. ഇന്നും ആ ദൈവത്തിന്റെ ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് പകലും ഈ കഴിവ്, ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചുള്ള ദൈവികമാകുന്ന അറിവ്, ദൈവം എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാം. സ്തോത്രം. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥക്കകത്തും കർത്താവ് എന്ത് ചെയ്യുക? നാം അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചത്, ഞങ്ങളെ വിടുവിപ്പാൻ കഴിവുണ്ട്, മേലാൽ വിടുവിപ്പാനും കഴിയും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഈ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വിട്ട് മാറത്തില്ല. നാം ഒരു കാര്യം ഓർക്കുന്ന ആ സാഹചര്യത്തിനകത്ത് ദൈവം അതിനെ ഏറ്റവും പറയുന്നത് ധൂർത്തുപുത്രന്റെ കഥയില്ല. മടങ്ങി വരുന്ന മകനെ എന്ത് ചെയ്യുക? ദാസനെ പോലെയല്ല, മകനെ പോലെ തന്നെ സ്വീകരിക്കുന്ന ആ ദൈവം ഇന്ന് പകലും ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഭാവി കാലത്തും ദൈവം നിങ്ങളെ സ്വീകരിക്കും. എന്താ? ഇന്നുള്ള കാലം മാറും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ വരവുണ്ട്. നമ്മൾ ആഗ്രഹത്തോടെ വാഞ്ചയോടെ കാത്തിരിക്കുന്ന ഒരു അരുമനാഥൻ്റെ സാന്നിധ്യമുണ്ട്. ആ കർത്താവ് നമ്മളോട് പറഞ്ഞു, ആ ഭവനത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് നമ്മോട് പറഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞ വാക്കിതാണ്, നിങ്ങൾ ഭൂമിയിലുള്ളതിലല്ല സന്തോഷിക്കേണ്ടത്, ഉയരത്തിലുള്ളതിൽ സന്തോഷിക്കണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ഇവിടെയുള്ളതിനെ കണ്ടുകൊണ്ട് നിങ്ങൾ വയ്ക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിന് പിന്നെയും വന്ന് ചേർക്കുമെന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിൽ തൻ്റെ സഭയോട് പറഞ്ഞു, ജീവവൃക്ഷത്തിന്റെ ഫലമുള്ള ജീവജല നദിയുള്ള ആ സ്ഥലത്തേക്ക് സ്വത്തുമണികളാൽ നിർമ്മിതമായിരിക്കുന്ന സുന്ദരമായ ഒരു ഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. ആ ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അരുമനാഥനാകുന്ന കർത്താവ് അവിടെ നിൽക്കുകയാ. ലോകത്തിൽ രോഗം മാറാനോ, ലോകത്തിൽ കഷ്ടം മാറാനോ, നമുക്ക് ഉന്നതി മാറാനോ അല്ല, ഉന്നതി ലഭിക്കുവാനോ അല്ല.
കർത്താവ് കാൽവരി മലമുകളിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത്. പിതാവാം ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തിന്റെ നന്മകളെ നമുക്ക് നൽകി തരുവാൻ വേണ്ടിയല്ല. കർത്താവ് പറഞ്ഞത് അളവറ്റ പാപക്ഷമയും അതിരറ്റ ദൈവത്തിന്റെ കൃപയും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവ സ്നേഹത്തിന്റെ അനന്തത സാധ്യത എന്ന് പറയുന്നത് താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും ഇരുത്തുവാൻ ദൈവം നമ്മൾ വന്ന് ചേർക്കുന്ന ആ മകസുദിനത്തെ ഓർത്തുകൊണ്ട് എനിക്കെന്റെ ഈ കാലത്തിലെ കഷ്ടങ്ങളെ സാരമില്ല എന്ന് ഓർമ്മിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തന്റെ സഭയോട് ഇന്ന് വരെ ദൈവം ആത്മാവ് ഓർപ്പിക്കുക. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളെ സാരമില്ല എന്നെണ്ണുക. ദൈവം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താ? ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ പൈതലേ, ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ, ഒരാൾ പോലും നരകത്തിൽ പോകരുത്, എല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കൽ കാണണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞത്. അതിനായി സർവശക്തൻ നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ കർത്താവിൻ്റെ ദാസനോടും സഭയോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. സർവകൃപാലുവായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.